الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد صدق الله المولان الذي إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وشفيعنا وسيدنا وحبيبنا مصطفى محمد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم قال يا أمة محمد صلى الله عليه وسلم ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, ഈ വേദിയിൽ പ്രവൃത്തരായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, കുഞ്ഞനുജന്മാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ മഹത്തമായ പവിത്രമായ ശറഫാക്കപ്പെടുന്ന പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടി നാം ഏവരും എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് പരിപൂർണമായ ശിഫ കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇതേപോലുള്ള ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ ഇൽമ പറയുന്ന, പരിശുദ്ധമായ ഖുർആൻ പറയുന്ന, ഹദീസ് പറയുന്ന ഈ പവിത്രമായ സദസ്സുകളിൽ
വന്നിരിക്കാൻ കഴിയുന്നത് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു തആല അത് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിനാണ് നാഫിയായ ഇൽമ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് വഅദുകൾ കേൾക്കുന്നവരാണ്. യൂട്യൂബിൽ കൂടി തന്നെ ഒരുപാട് വഅദുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, രാമൊന്നില്ലാതെ പകലൊന്നില്ലാതെ നമ്മുടെ തലഭാഗത്ത് പോലും വഅദ് കേട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വഅദ് കേട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരുണ്ട്, വഅദ് കേട്ടുകൊണ്ട് ഉറങ്ങുന്നവരുണ്ട്, വഅദ് കേട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെ ഇന്ന് ഒരുപാട് വഅദുകളാണ്, ഒരുപാട് വഅദ് പരമ്പരകളിൽ നമ്മൾ പോകുന്നവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വഅദൊക്കെ കേട്ടിട്ട് നമ്മൾ നന്നാവുന്നുണ്ടോ? നമുക്കതുകൊണ്ട് എന്താണ് അവിടുന്ന് നേട്ടം കിട്ടുന്നത്? നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു വിശകലനം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റേതായ പരിശുദ്ധമായ ഖുർആനും അവിടുത്തെ ഹദീസുകളും അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു തിരുസുന്നത്തുകളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നുണ്ടോ, നമ്മൾ ഓരോരുത്തരും അത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളെല്ലാവരും വഅദ് കേൾക്കുന്നവരാണ്, ഒരുപാട് വഅദ് കേൾക്കുന്നവരാണ്. എന്നിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? നമ്മൾ വഅദ് ഒരു ചെവി കൊണ്ട് കേൾക്കുന്നു, വേറൊരു ചെവി കൊണ്ട് നമ്മൾ കളയുക. ഈ ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവിയിൽ നമ്മളിങ്ങനെ കളയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വഅദെന്ന് പറയുന്നത് ഒരു സമയപോക്കിന് വേണ്ടിയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരുന്നുകൊണ്ട് അവിടുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് സ്വഹാബത്ത് വന്നുകൊണ്ട് വഅദ് കേൾക്കുമായിരുന്നു. അവർ ഒരുപാട് വഅദ് കേൾക്കും. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ പരിശുദ്ധമായ ഖുർആനുകളും അവിടുത്തേതായ ജീവിതചര്യകളും പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തുകൾ മുഴുവനും അത് ജീവിതത്തിലേക്ക് പകർത്തി എടുക്കുകയാണ്. അവരൊന്നുപോലും വിടാതെ കണ്ട് അത് ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടുവരികയാണ്. അതിനാണ് നാഫിയായ ഇൽമ് എന്ന് പറയുന്നത്. മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഇൽമ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഒരു പ്രകാശമാണത്. ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അല്ലാഹുവേ അവിടുന്ന് മഹത്തുക്കൾ അവിടുന്ന് പറയുകയാണ്, വകാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസീ. മഹത്തുക്കൾ അവിടുന്ന് പാടി പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇൽമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ നൂറാനിയത്താണ്, അല്ലാഹുവിന്റെ പ്രകാശമാണ് ഇൽമെന്നുള്ളത്. അത് എല്ലാവരിലേക്കും കടന്നു വരണമെന്നില്ല, എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്നില്ല. എല്ലാവരും അത് കേൾക്കുന്നുണ്ട്, അത് കാണുന്നവരാണ്. പക്ഷേ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്കാണ് ഒരു ജീവിതത്തിലേക്കോ അല്ലാഹുവിന്റെ ഇൽമ കൊണ്ടുവന്ന് ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ കഴിയുന്നത്. അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നത്, അല്ലാഹു ഉദ്ദേശിച്ചവരെ അവിടുന്ന് പണ്ഡിതന്മാരാകുകയാണ്. അല്ലാഹു ഉദ്ദേശിച്ചവരെ അവിടുന്ന് പണ്ഡിതന്മാരാകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളുമായിട്ട് കൈകഴുകി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എത്ര പഠിച്ചാലും അവർ ഹൃദയത്തിലേക്ക് അത് കയറുന്നതല്ല. ഒരിക്കലും അവർ ഹൃദയത്തിലേക്ക് ആ ഇൽമ അവിടുന്ന് കയറുകയല്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളെല്ലാവരും അതിന്റെ സദസ്സിൽ വരുന്നതുകൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് അല്ലാഹുവേ അവിടുന്ന് ഇൽമ കേൾക്കുകയാണ്.
ഒരുപാട് വിജ്ഞാനങ്ങൾ ഇവിടുന്ന് കേൾക്കുകയാണ്. എന്നാൽ ഇവിടുന്ന് വയത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ എന്താണ് വാപ്പാ ഇവിടുന്ന് കേട്ടത്? ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, എന്താ വാപ്പാ നമ്മൾ വഅദിന്റെ സദസ്സിൽ പോയിട്ട് കേട്ടത്? എന്താണ് ഈ 2 മണിക്കൂർ പോയിരുന്നു കൊണ്ട് നമ്മൾ അവിടുന്ന് ഗ്രഹിച്ചെടുത്തത് എന്നൊരാൾ വന്നുകൊണ്ട് ചോദിച്ചാൽ പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, തഖ്വയിലുള്ള ജീവിതമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് തഖ്വ കൊണ്ടുവരണമടോ. ആ തഖ്വ കൊണ്ടുവന്നാൽ മാത്രമേ അല്ലാഹുവിന്റെ ഇൽമ നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കയറുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, സുഫത്തിന്റെ കിലുകാരുണ്ടല്ലോ, മദീനയിലെ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുകൾ മുഴുവനും അവിടെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് അതാ അവിടുന്ന് ഹദീസ് കേൾക്കുന്നു, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേൾക്കുകയാണ്. എന്നാൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല, ഒന്നുമേ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? അവരുടെ ജീവിതം വളരെ സംശുദ്ധമായിരുന്ന ജീവിതമായിരുന്നല്ലോ. നല്ല ജീവിതമാണ്, ഹറാമിയത്തുള്ളതല്ലാത്ത ജീവിതമാണ്. ഒരു പാപങ്ങൾ പോലും അവിടുന്ന് കരന്നു വരാത്ത ജീവിതമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന്റെ ജീവിതം നമ്മൾ അവിടുന്ന് പഠിച്ചു നോക്കുമ്പോൾ ഒരു പാപം അവർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത പശ്ചാത്താപമാണ്, വല്ലാത്ത ഖേദമാണ്, വല്ലാത്ത പശ്ചാത്താപമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ദായിന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടുന്ന് പറഞ്ഞയക്കുമ്പോൾ സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നു പോവുകയാണ്. വീടുകളുടേതായ ഇടയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പോകുന്ന സമയത്ത് അതാ ഒരു പെണ്ണിനെ കാണുകയാണ്. ഒരു പെണ്ണതാ ആ വീടിന്റെ ഭാഗത്ത് നിന്ന് കുളിക്കുന്നത് കാണുകയാണ്. എന്നാൽ അവിടുന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് കുളിക്കുന്നത്. കാലിന്റെ ഒരു വെള്ള ഭാഗം അവിടുന്ന് കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അവിടുന്ന് അതാ ഒരു നോട്ടമാണ് നോക്കിയത്. ഒരേ ഒരു നോട്ടമാണ് അവിടുന്ന് നോക്കിയത്. ആ നോട്ടം അവിടുന്ന് കഴിഞ്ഞപ്പോ സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത ഖേദം അവിടുന്ന് വരികയാ. റബ്ബേ, ഒരു പെണ്ണിന്റെ ഔറത്തിലേക്കാണല്ലോ നോക്കിയത്, ഒരു പെണ്ണിന്റെ ഔറത്തിലേക്കാണല്ലോ നോക്കിയത്. സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത ഖേദം അവിടുന്ന് വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് വിട്ടതാണ്. ആ പുറത്തു പോയ സമയത്താണ് ഈ ഒരു അവസ്ഥ കാണുന്നത്. അല്ലാഹുവേ, അവിടുന്ന് സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അവിടുന്ന് ഓടുകയാണ്. ഓടിയിട്ടതാ ഒരു മലയുടെ മുകളിലേക്ക് കടന്നു പോവുകയാണ്. വലിയൊരു മലയുടെ മുകളിലേക്ക് അവിടുന്ന് കടന്നു പോവുകയാണ്. തലയിലേക്ക് കൈവച്ചിട്ട് യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞിട്ട് ആ മലയുടെ മുകളിലേക്ക് മഹാനായ സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ മലയുടെ മുകളിലേക്ക് അവിടുന്ന് ഓടുകയാണ്. അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടതായ ചെറുപ്പക്കാരോ, ഇന്ന് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നൊരു തെറ്റാണ്. ഇന്ന് നമ്മൾ നിസ്സാരമായി കാണുന്ന തെറ്റാണോ? അല്ലാഹുവേ, ഒരു പെണ്ണിന്റെതായ കാലിന്റെ വെളുപ്പൊന്ന് കണ്ടതിന്റെ പേരില് മഹാനായ സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഓടി മലയുടെ മുകളിലേക്ക് കയറിയിട്ട് വല്ലാതെ പൊട്ടിക്കരയുകയാണ്, വല്ലാതെ ഒച്ച വെച്ചുകൊണ്ട് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ അവിടുന്ന് കടന്നുപോയി. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. അലിയാർ തങ്ങൾ വിളിക്കുകയാണ്. രണ്ട് സ്വഹാബാക്കളെയും അവിടുന്ന് വിളിച്ചുകൊണ്ട് ഉമറേ, നമ്മുടെ തഅലബത്ത് ഇവിടുന്ന് പോയിട്ട് കാണുന്നില്ലല്ലോ ഉമറേ, നമ്മുടെ തഅലബത്ത് പോയിട്ട് ഇവിടുന്ന് കാണുന്നില്ലല്ലോ ഉമറേ, ഒന്ന് പോയി അന്വേഷിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടി മലയുടെ മുകളിലേക്ക് അവിടുന്ന് കടന്നു പോവുകയാണ്. രണ്ടുപേരും മലയുടെ മുകളിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് അന്വേഷിക്കുന്ന സമയത്ത് ഒരാട്ടിടനായ മനുഷ്യനവിടുന്ന് ഇറങ്ങി വരികയാണ്. ആട്ടിടയനായ ഒരു മനുഷ്യനവിടുന്ന് ഇറങ്ങി വരികയാണ്. ആട്ടിടയനോട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുകയാണ്, വരാ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടോ? ഇവിടെ കാണാൻ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടോ? സഅലബത്തുൽ അസ്ലമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആട്ടിടയൻ അവിടുന്ന് പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. രാവിലെയാകുമ്പോ മലയുടെ മുകളിൽ കൂടി ഓടുകയാണ്. തലയിലെ കൈ വെച്ചുകൊണ്ട് അണ്ണാക്ക് വെച്ചുകൊണ്ട് വല്ലാതെ ഒച്ച വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം ശരീരത്തെ പോലും അല്ലാഹുവേ അവിടുന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വൈകുന്നേരമാകുമ്പോ ഈ മലയുടെ താഴ്ഭാഗത്തേക്ക് വന്നിട്ട് ഒരൽപ്പം പാല് ചോദിക്കുമല്ലോ, ആ പാലും കുടിച്ചിട്ട് വീണ്ടും മലയുടെ മുകളിലേക്ക് കയറി പോവുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ടെന്നോ. അതായ മനുഷ്യനെവിടുന്ന് മഹാനവറുകളോട് പറയുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ആ ചെറുപ്പക്കാരൻ ഏത് ഭാഗത്തു കൂടിയാണ് പോയത്? അവരതാ വഴി കാണിച്ചു കൊടുക്കുകയാ, അവരതാ വഴി കാണിച്ചു കൊടുക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് വഴി നടന്നു പോയി. അല്ലാഹുവേ, സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. അസ്സലാമു അലൈക യാ സഅലബോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സലാം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മഹാനായ ഉമറുണ്ട്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഓടി വന്നുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഉമറേ, എന്റെ ജീവിതത്തിൽ അതാ ഒരു തെറ്റ് വന്നു പോയി ഉമറേ, എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു പോയി ഉമറേ, ആ തെറ്റ് കാരണമായിട്ടാണ് ഞാൻ കരയുന്നത്. എന്റെ പശ്ചാത്താപം അല്ലാഹു തആല സ്വീകരിച്ചോ എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ സഅലബത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, സഅലബാ, അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു സഅലബാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വിളിക്കുന്നുണ്ട് സഅലബത്ത്, അതുകൊണ്ട് നീ മടങ്ങി വരണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവേ, സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉമറേ, എങ്ങനെയാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് എനിക്കൊന്ന് നോക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പാപിയാണല്ലോ ഉമറേ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ പാപം ചെയ്തു പോയി ഉമറേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ ആ പറഞ്ഞു വിട്ട ഉത്തരവാദിത്തം പോലും നോക്കാതെ കണ്ടു എന്റെ കണ്ണുകൊണ്ട് ഞാൻ പാപം ചെയ്തു ഉമറേ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് എനിക്ക് നോക്കാൻ കഴിയില്ല എന്ന്
എന്റെ പ്രിയപ്പെട്ടവരെ സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോൾ ആ സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, സഅലബാ, അല്ലാഹു നിന്റെ തൗബ അവിടുന്ന് സ്വീകരിച്ചിട്ടുണ്ട് സഅലബാ, അല്ലാഹു നിന്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ട് സഅലബാ. അതുകൊണ്ടാണ് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിളിക്കുന്നതെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോൾ സഅലബത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഇറങ്ങി വരികയാണ്. ഒരു ചെറിയ കുഞ്ഞിനെ പോലെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. എവിടേക്കാ പോകുന്നത്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അവിടുന്ന് കടന്നു പോവുകയോ. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ മുഴുവനും അതാ സ്വഹാബാക്കളുണ്ട്. സുഫത്തിന്റെ അഖിലുകാർ അവിടെ മുഴുവനും ഇരിക്കുകയാണ്. ഒരുപാട് പ്രമുഖന്മാരായ സ്വഹാബികൾ ഇരിക്കുകയാണ്. ആ സദസ്സിലേക്ക് മഹാനവർകൾ അവിടുന്ന് വരികയാണ്. സഅലബത്ത് വന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അറിയാതെ കണ്ടുകൊണ്ട് തെറ്റ് ചെയ്തു പോയി നബിയേ, പൊറുക്കപ്പെടാൻ പറ്റാത്ത തെറ്റാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ സദസ്സിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞില്ല നബിയേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് അവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്ന, സഅലബത്ത്, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു സഅലബാ, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു സഅലബാ. ആ സമയത്ത് സഅലബത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത സന്തോഷമായി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം തെറ്റുകളാ ചെയ്യുന്നത്? ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മിന്നുമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തിൽ തന്നെ ആയിരക്കണക്കിന് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെറ്റുകളുമായി നമ്മൾ അവിടുന്ന് ജീവിച്ചു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരൻ, ആ സ്വഹാബിയുടെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് ഒരു പെണ്ണിന്റെ ഔറത്ത്, ആ കാലിന്റെ ചെറിയൊരു വെളുപ്പ് കണ്ടപ്പോൾ എത്രത്തോളം ഭയമുണ്ടായെങ്കിൽ നമുക്കെന്തുകൊണ്ട് ഭയമുണ്ടാകുന്നില്ല? നമുക്കെന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ഏതൊക്കെ പെണ്ണുങ്ങളെയാ കാണുന്നത്? അതെല്ലാം കണ്ടുകൊണ്ട് ആ ഹറാമിയത്തുകൾ കാണുമ്പോ നമ്മുടെ കണ്ണിനെന്താ ഭയം വരാത്തത്, കണ്ണുനീര് വരാത്തത്, നമ്മുടെ ഹൃദയം വല്ലാത്ത തേങ്ങാത്തത് എന്താണ്? അല്ലാഹുവേ, അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഇല്ലല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതുഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് നന്നാകാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട വാപ്പാ, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം അവിടുന്ന് വരാത്തത്? പലരും അവിടുന്ന് പറയും ഒരു കാര്യമാണല്ലോ, നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് നന്നാകാത്തത്? എന്റെ ഭർത്താവ് എന്തുകൊണ്ടാണ് നന്നാകാത്തത്? എന്റെ ഭാര്യ എന്തുകൊണ്ടാണ് നന്നാകാത്തത്? എന്റെ മക്കൾ എന്തുകൊണ്ടാണ് നന്നാകാത്തത്? അല്ലാഹുവേ, ഒരുപാട് വഅദ് കേൾക്കുന്നവരാണല്ലോ, ഒരുപാട് വഅദ് കേൾക്കുന്നവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ജുമയ്ക്ക് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാര് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നസീഹത്ത് തരുന്നവരല്ലേ, ഒരുപാട് ഉപദേശങ്ങൾ, ഒരുപാട് ക്ലാസുകൾ, ഒരുപാട് വഅദുകൾ അല്ലാഹുവേ തോരാതെ ഒരുപാട് നമ്മൾ അവിടുന്ന് കേൾക്കുന്നവരാണ്. ഇന്ന് മൊബൈൽ തുറന്നാൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? എന്നിട്ട് പോലും വാപ്പാ, എന്തുകൊണ്ടാണ് നമുക്ക് നന്നാകാൻ കഴിയാത്തത്? അല്ലാഹുവേ, അവിടുന്ന്
അതാ ഒരു ഉമ്മ അവിടുന്ന് പറയുകയാണോ, എന്റെ പൊന്നുമോന് 6 വർഷമാണ് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ദർസിൽ പോയത്. 6 വർഷം ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ദർസിൽ പോയിട്ട് പോലും എന്തുകൊണ്ടാണ് 6 വർഷം കഴിഞ്ഞിട്ട് അവനതാ ഒരു ജോലിക്ക് പോവുകയാണ്? എന്നിട്ടതാ അല്ലാഹുവേ, ഇന്നവന് കഞ്ചാവ് പോലും അടിക്കുമെന്ന് പറയുകയോ? അത്രയും വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള കാരണമെന്തോ? പല ഉമ്മമാരും അവിടുന്ന് പറയുന്നതാണ്, ഉസ്താദേ എന്റെ മക്കള് നന്നാകാത്തതെന്തോ? ഒരുപാട് മന്ത്രിച്ചതാണ്, ഒരുപാട് ഉപദേശിച്ചതാണ്, എന്നിട്ട് പോലും അവര് നന്നാകാത്തതെന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലദീന ആമനൂ ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ മുന്നറിയിപ്പുകൾ മുഴുവനും അവിടുന്ന് കേട്ടിട്ട് പോലും എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തതെന്നറിയുമോ? അല്ലാഹുവേ, ഇന്ന് ഇസ്ലാമിനെ പോലും എതിർത്തുകൊണ്ട് നടക്കുന്നതായ ഒരുപാട് ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അല്ലാഹുവേ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ട് പോലും, ആ പേര് വെച്ചിട്ട് പോലും ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് നടക്കുന്നവരോ, ഇസ്ലാമിനെ തെറിവിളിച്ചുകൊണ്ട് നടക്കുന്നവരോ, ഖുർആനിൽ തെറ്റുകളുണ്ടെന്ന് പറയുന്നവരോ, ഖുർആനിന്റെ ആയത്തുകളൊക്കെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, അല്ലാഹുവേ, അങ്ങനെ എത്ര മനുഷ്യന്മാരോ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ലാ യുഅ്മിനൂൻ. അവരൊരിക്കലും വിശ്വസിക്കാത്തതിന്റെ പേരിലാണ്, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു വരാത്തതിന്റെ പേരിലാണ്. എന്നിട്ട് അല്ലാഹുവേ, അടുത്ത ആയത്തിൽ അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിസാവാ വലഹും അദാബുൻ അളീം. അല്ലാഹുവേ, അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട് അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിസാവാ വലഹും അദാബുൻ അളീം. അല്ലാഹുവേ, അവരുടേതായ കണ്ണുകളും അവരുടേതായ ചെവികള് അവരുടേതായ ഹൃദയങ്ങള് എല്ലാത്തിലും അവിടുന്ന് മുദ്ര വെച്ചിരിക്കുകയാണ്. അല്ലാഹു അവിടുന്ന് സീൽ വെച്ചിരിക്കുകയാണ്. അവർക്കതാ കണ്ണുകൊണ്ട് ശരിയായത് കാണാൻ കഴിയുന്നില്ല. അവർക്ക് എത്ര വഅദ് പറഞ്ഞു കൊടുത്താലും അവരുടെ ചെവിയുടെ ഉള്ളിലേക്ക് കയറുന്നില്ല, അവരുടെ ഹൃദയത്തിലേക്ക് ഇതൊന്നും തറയ്ക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹു സീല് വെച്ചിരിക്കുകയാണ്. അല്ലാഹു അവിടുന്ന് സീല് വെച്ചിരിക്കുകയാണ്. എന്ത് നന്മകൾ പറഞ്ഞു കൊടുത്താലും അവരംഗീകരിക്കൂല, എന്ത് പറഞ്ഞാലും അവരംഗീകരിക്കില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു കൊടുത്താൽ അവരംഗീകരിക്കില്ല. എന്ത് പറഞ്ഞു കൊടുത്താലും അവിടുന്ന് അംഗീകരിക്കില്ല, ഏത് പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കില്ല. അങ്ങനെയുള്ളൊരു വിഭാഗം വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ പോലും അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. സഹാബത്തിന്റെ ഇടയിൽ വരും, സഹാബത്തിന്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കും, എന്നിട്ടെല്ലാം കേൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് കേൾക്കും. എന്നിട്ടതാ മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് അത് കുറ്റമായി പറഞ്ഞു കൊടുക്കും. യേശുവിനെ പറയുന്നവര്, പരദൂഷണം പറയുന്നവരുണ്ടായിരുന്നു, മുനാഫിഖീങ്ങൾ. അവരിത് കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, അല്ലെ? നമ്മുടെ ഇടയിൽ തന്നെ എത്ര ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ സമുദായത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി ചോർത്തി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
അവരെ അല്ലാഹു തആല ഉദാഹരിച്ചിരിക്കുന്നത് അല്ലാഹുവേ അവർ മുഅ്മിനീങ്ങളല്ല, അവരൊരിക്കലും വിശ്വാസികളല്ല, അവര് മുനാഫിഖീങ്ങളാണ്. അല്ലാഹുവിനെ അല്ലാഹു തആല ഏറ്റവും കോപം ചെയ്യുന്നവരാണ് അവര് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരുപാട് വഅദ് കേൾക്കുന്നവര്, ആ വഅദ് കേൾക്കുന്നവരായിട്ട് പോലും നമുക്ക് നന്നാകാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ബറക്കത്ത് കിട്ടുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാലും തടസ്സങ്ങളും പ്രയാസങ്ങളും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് നന്നാകാൻ സാധിക്കാത്തത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖൽബ് സീല് വെച്ചിരിക്കുകയാണ്, നമ്മുടെ ഖൽബ് സീല് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവിടുന്ന് കേൾക്കില്ല, എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കുക. എത്ര ഖുർആൻ കേട്ടാലും നമ്മുടെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ ഉണ്ടാവില്ല, ഒരു തേങ്ങൽ ഉണ്ടാവില്ല. ചിലരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവര് കരയും, അവര് അല്ലാഹു എന്ന് പറഞ്ഞാൽ അവര് കരയും, അല്ലാഹ് എന്ന് കേട്ടാൽ കരയും. അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവർക്ക് അല്ലാഹ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ കരയുന്നവരാ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത തേങ്ങലുണ്ടാകും. അല്ലാഹുവേ, നമുക്കിന്ന് ഖുർആൻ കേട്ടാലൊന്നും ഒന്നും നമുക്കുണ്ടാവില്ല. ആ ഖുർആൻ എത്ര നമ്മൾ കേട്ടെന്ന് പറഞ്ഞാലും നമുക്ക് യാതൊരു മാറ്റങ്ങളും അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്കറിയാമല്ലോ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് മഹാനായ സയ്യിദനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ വധിക്കാൻ വേണ്ടി നടന്നവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാൽ വധിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നടന്നവരാണ്. മുഹമ്മദിന്റെ നിഴൽവെട്ടം കണ്ടാൽ അവിടെ വാളുമെടുത്തുകൊണ്ട് വീശിയിറങ്ങിയ ആളാണ് മഹാനായ സയ്യിദനാ ഉമർ ബിൻ ഖത്താബ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കഅബാലയത്തിന്റെ ഭാഗത്ത് അബൂജഹലും അവിടുത്തെ കൂട്ടുകാരും ഒരുമിച്ച് കൂടുകയാണ്. അബൂജഹലും അവിടുത്തെ കൂട്ടുകാരും അവിടുന്ന് ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഒരു ദീൻ അവിടുന്ന് കൊണ്ടുവന്നിരിക്കുകയാ. നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ചു കൊണ്ടുവന്നിരുന്ന മുഴുവനെയും തകർത്തെറിഞ്ഞിട്ട് മുഹമ്മദ് പുതിയൊരു മതം കൊണ്ടുവന്നിരിക്കുകയാ. മുഹമ്മദ് പുതിയൊരു മതം അവിടുന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊരിക്കലും നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഉമറേ, മുഹമ്മദിനെ കണ്ടാൽ കൊന്നുകളയണം ഉമറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കഅബാലയത്തിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നിസ്കരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് പാത്തും പതുകയും വരികയാണ്. എന്നിട്ട് ഒരു പനയുടെ ചൂട്ടിൽ വന്നുകൊണ്ട് നിൽക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കഅബാലയത്തിന്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് സുജൂദ് ചെയ്യുകയാണ്. എന്നിട്ട് എഴുന്നേറ്റ് വന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി അവിടുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. സൂറത്തുൽ ഫാത്തിഹ അവിടുന്ന് ഓതുകയാണ്. എന്നിട്ട് സൂറത്തുൽ ബഖറയുടെ ഭാഗം അവിടുന്ന് ഓതുമ്പോൾ അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുകയാണ്. അല്ലാഹുവേ, കൊല്ലാൻ വേണ്ടിയിട്ട് വാളുമായിട്ട് ഉമർ അവിടെ വന്ന് നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ വാളുമായിട്ട് നിന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഖുർആൻ ഓതിയപ്പോൾ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ട് ഓതുമ്പോൾ, കൈകെട്ടിയിട്ട് കഅബയുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഖുർആൻ ഓതുമ്പോൾ, മഹാനായ ഉമർ ബിൻ ഖത്താബിനെ അവിടുന്ന് ചലിക്കാൻ കഴിയുന്നില്ല. ഉമറിനെ അവിടുന്ന് ചലിക്കാൻ കഴിയുന്നില്ല. ഉമർ ഖുർആൻ അവിടുന്ന് കേൾക്കുകയാണ്. ഉമറിന്റെ ഹൃദയത്തേക്ക് ഖുർആൻ അവിടുന്ന് കേറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട്
ഒരുപാട് സമയം അവിടുന്ന് നീണ്ടുപോയി. ഒരുപാട് സമയം അവിടുന്ന് നീണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സലാം വീട്ടുകയാണ്. നിസ്കാരം കഴിഞ്ഞു കൊണ്ടുവരുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ നേർക്ക് നേരെ അവിടുന്ന് കാണുകയാ. ഉമറേ, എന്തിനാണ് ഉമറേ ഇരുട്ടത്ത് വന്ന് നിൽക്കുന്നത്? എന്തിനാണ് ഉമർ? ഉമർ ബിൻ ഖത്താബിനോട് ഹബീബായ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് വാളട കൈവച്ചിരിക്കുകയാണ്, വാളൂരിയിട്ട് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളൂരി കയ്യിൽ വെച്ചിരിക്കുകയാണ്. ആ പ്രവാചകനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് പോലും അവിടുന്ന് കൊല്ലാൻ കഴിയുന്നില്ല. ആ വാളെടുത്തുകൊണ്ടൊന്ന് വീശാൻ പോലും അവിടുന്ന് സാധിക്കുന്നില്ല. എന്തേ കാര്യമെന്തേ? ഉമറദാ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേൾക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേൾക്കുകയാണ്. അതിൻ്റെതായ മഹ്മദ് കണ്ടുകൊണ്ട് ഉമർ പോലും അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിച്ചു, ഉമറേ, എന്തിനാണ് ഉമറേ ഇരുട്ടപത്ത് വന്നുകൊണ്ട് നിൽക്കുന്നത്? ഉമർ പറഞ്ഞു, ഞാൻ വെറുതെ വന്നു നിന്നതാണ്, ഞാൻ വെറുതെ വന്നു നിന്നതാണെന്ന് ഉമർ അവിടുന്ന് മറുപടി പറയുകയോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് നടന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളും മാസങ്ങളും അവിടുന്ന് കഴിഞ്ഞു പോയി. അതാ ഒരു ദിവസം അവിടുന്ന് കഅബാലയത്തിന്റെ മുന്നിൽ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടങ്ങുന്നതായ ശത്രുക്കൾ അവിടുന്ന് ഒരുമിച്ച് കൂടി. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരുണ്ടല്ലോ, മുഹമ്മദിനെ ആരാണ് മുഹമ്മദിനെ കൊല്ലുന്നത്? ആ മുഹമ്മദിനെ കൊല്ലുന്നവന് 1000 ഒട്ടകം ഞാൻ നൽകുമെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, 100 ഒട്ടകം അവിടുന്ന് ഇനാം പ്രഖ്യാപിക്കുകയാണ്. മുഹമ്മദിനെ ആരാ കൊല്ലുന്നത്? ആ കൊല്ലുന്ന മനുഷ്യനിക്ക് 100 ഒട്ടകം കൊടുക്കുമെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് അതാ വാളൂരി പിടിച്ചുകൊണ്ടതാ പറയുന്നു, അല്ലാഹുവേ, ഉമർ വാളൂരി പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാനിനി തിരിച്ചു വരുന്നെങ്കിൽ, ഞാനിനി നിങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചു വരുന്നെങ്കിൽ, അബൂജഹലടക്കമുള്ള സൈന്യത്തിനോട് അവിടുന്ന് പറയുകയാണ്, ഞാനിനി മടങ്ങി വരുന്നുണ്ടെങ്കിൽ ഈ വാളിന്റെ തുമ്പത്ത് മുഹമ്മദിന്റെ തലയുണ്ടാവുമെന്ന് അതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കുതിരയും എടുത്തുകൊണ്ട് പോവുകയാണ്. ആ കുതിരയും എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കുതിരയുമായി യാത്ര തിരിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ തലയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. വഴിമധ്യ വെച്ചുകൊണ്ട് അതാ ഒരു വൃദ്ധൻ അവിടുന്ന് തടഞ്ഞു നിർത്തി. ഉമറേ, എങ്ങോട്ടാ ഉമറേ നീ പോകുന്നത്? എങ്ങോട്ടാ ഉമറേ നീ പോകുന്നത്? ഉമർ ബിൻ ഖത്താബ് അവിടുന്ന് പറഞ്ഞു, ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോൾ, ആ വൃദ്ധൻ അവിടുന്ന് പറഞ്ഞു, ഉമറേ, നിനക്കതിന് സാധിക്കുമോ ഉമറേ? നിനക്കതിന് സാധിക്കുമോ ഉമറേ? മുഹമ്മദിന്റെ തലയെടുത്തിട്ട് നിനക്ക് നേരെ തിരിച്ചു വരാൻ കഴിയുമോ ഉമറേ? അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്തിട്ട് നിനക്ക് ഇതേപോലെ തിരിച്ചു വരാൻ കഴിയുമോ? അല്ലാഹുവേ അവിടുന്ന് ചോദിക്കുന്ന സമയത്ത് ആ വൃദ്ധനായ മനുഷ്യരോട് ഉമർ പറയുന്നു, നിങ്ങളും മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നോ? നിങ്ങളും ആ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നോ? എന്നാൽ ആദ്യം നിങ്ങളെ കൊന്നിട്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ടതാ കുതിരയിൽ നിന്ന് ചാടി ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ആ വൃദ്ധനായ മനുഷ്യൻ അവിടുന്ന് പറയുന്നു, ഉമറേ, നീ നാട്ടുകാരെ നന്നാക്കാൻ വരുന്നതിന് മുമ്പ് നിന്റെ വീട്ടുകാരെ നീ പോയി നന്നാക്കൂ. നിന്റെ പെങ്ങള് ഫാത്തിമ അവിടുന്ന് ഇസ്ലാം മതത്തിലേക്ക് പോയിരിക്കുകയാണ്. നിന്റെ ഫാത്തിമ അവിടുന്ന് മുസ്ലിമായെന്ന് പറയുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് അവിടുന്ന് അത്ഭുതത്തോടെ ആ കുതിരയിൽ കയറിയിട്ട് തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാ. തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് അവിടുന്ന് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ഉമർ ബിൻ ഖത്താബ് ആ
ഫാത്തിമാന്റെ വീട്ടിലേക്ക് അവിടുന്ന് ചെല്ലുന്ന സമയത്ത് അല്ലാഹുവേ ഫാത്തിമ എന്ന് പറയുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരിയാ. അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ അബ്ദുല്ലാഹി ഇബ്നു അർത്ത് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഉമർ വന്നുകൊണ്ട് വാതിൽക്കൽ കൊട്ടുകയാണ്. ഉമർ വന്നുകൊണ്ട് വാതിൽക്കൽ കൊട്ടുകയാണ്. എല്ലാവർക്കും മനസ്സിലായി ഈ വന്നിരിക്കുന്നത് ഉമറാണ്, ഈ വന്നിരിക്കുന്നത് ഉമറാണ്. ഉമറങ്ങാണ് മുന്നിലേക്ക് വന്നാൽ എല്ലാവരും കൊല ചെയ്യപ്പെടുകയാണ്. എല്ലാവരുടെയും കഥ കഴിഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ അബ്ദുല്ലാഹി ഇബ്നു അർത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ സഹോദരിയുടെ ഭർത്താവ് കട്ടിലിന്റെ അടിയിൽ ഒളിക്കുകയാണ്. എല്ലാവർക്കും അവിടുന്ന് പേടിയാണ്. ആ സമയത്ത് അവിടുന്ന് കഥകിൽ കൊട്ടിയിട്ട് അതാ അവിടുന്ന് ഉമർ വിളിച്ചു പറയുന്നു, ഫാത്തിമ കഥക് തുറക്ക് ഫാത്തിമ, കഥക് തുറക്ക് ഫാത്തിമ, ഇല്ലെങ്കിൽ ഈ കഥക് തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിച്ചിട്ടാണെങ്കിലും ഞാൻ ഉള്ളിലേക്ക് വരും ഫാത്തിമ. എല്ലാവരും അവിടുന്ന് ഭയപ്പെട്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർദാ കഥക് ചവിട്ടി പൊളിച്ചിട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ്. അല്ലാഹുവേ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് ഉമർ ഉള്ളിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് തന്റെ സഹോദരിയോട് ചോദിക്കുന്നു, ഫാത്തിമ എന്തേ ഞാൻ ഇവിടെ കേട്ട ശബ്ദം എന്തേ ഫാത്തിമ, ഞാൻ ഇവിടെ കേട്ട ശബ്ദം എന്തേ ഫാത്തിമ, നീ മുസ്ലിമായോ ഫാത്തിമ? തന്റെ സഹോദരിയോട് അവിടുന്ന് ഉമർ അവിടുന്ന് ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും അവിടുന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഫാത്തിമ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല, നീ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചോ, നീ വീണ്ടും ആ മുഹമ്മദിന്റെ മതത്തിലേക്ക് പോയോ? ആ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി അവിടുന്ന് പറയുകയാണ്, ഉമറേ നമ്മൾ വിശ്വസിക്കുന്നതാണ് വിശ്വാസമെന്ന്, നമ്മൾ ഇന്ന് വരെയും വിശ്വസിച്ചു കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ വിശ്വാസമെന്ന് പറയാൻ കഴിയുമോ ഉമറേ? അല്ലാഹുവേ ഇതങ്ങോട്ട് കേട്ടപ്പോ ഉമർ ബിൻ ഖത്താബിന് വല്ലാത്ത ദേഷ്യം അവിടുന്ന് വരികയാണ്. അതാ കൈയെടുത്തുകൊണ്ട് ഒരൊറ്റടി കൊടുക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിക്ക് ഒരടി കൊടുത്തു. അല്ലാഹുവേ മൂക്കിൽ കൂടിയതാ ബ്ലഡ് വരികയോ, വായിൽ കൂടി ബ്ലഡ് വരികയാണ്. ഫാത്തിമ അവിടുന്ന് നിലത്തേക്ക് വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ഫാത്തിമയുടെ ഭർത്താവ് അവിടുന്ന് ഒളിച്ചിരുന്ന ഭർത്താവ് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നുകൊണ്ട് ഉമറേ എന്താ ഉമറേ നീ കാണിക്കുന്നത്, എന്ത് തോന്നിവാസമാ ഉമറേ നീ കാണിക്കുന്നത്, എന്തിനാ നീ ഫാത്തിമാനെ അടിച്ചത് ഉമർ? അല്ലാഹുവേ തന്റെ ഭാര്യ ഭർത്താവ് അവിടുന്ന് ചോദിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് ഭർത്താവിനെയും അടിക്കുകയോ, തന്റെ സഹോദരിയുടെ ഭർത്താവിനെയും അടിക്കുകയാണ്. അടിച്ചു നിലത്ത് താഴേക്കിടുകയാണ്. എന്നിട്ടതാ വാളെടുത്തുകൊണ്ട് കുത്താൻ വേണ്ടിയിട്ട് പോയപ്പോ മഹാനായ ഉമറിന്റെതായ മുന്നിലേക്കോ, ഉമറിന്റെ വാളിന്റെ മുന്നിലേക്കോ ഫാത്തിമ അങ്ങ് ചാടി വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ സമയത്ത് മറന്നാ കുത്താൻ പോയ വാളുണ്ടല്ലോ അത് തിരിച്ചെടുക്കുകയാണ്. തന്റെ സഹോദരി അവിടുന്ന് കൊല്ലപ്പെടുമെന്ന് പേടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരിയോട് വല്ലാത്ത സ്നേഹമാണ്. എന്നിട്ടതാ ഭർത്താവിന്റെ മുകളിൽ കിടക്കുന്ന ഫാത്തിമയുണ്ടല്ലോ, ആ ഫാത്തിമ അവിടെ കിടന്നുകൊണ്ട് ഉമറിനോട് പറയുന്നു, ഉമറേ നീ ഇവിടെ കിടന്നുകൊണ്ട് എന്ത് അഭ്യാസം കാണിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങളെ ഇവിടെ നീ അല്ലാഹുവേ ഈ വാളുകൊണ്ട് ഞങ്ങളെ നീ പീസ് പീസാക്കി എന്ന് പറഞ്ഞാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഉമറേ ഞങ്ങളുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ, ഞങ്ങൾ
നിങ്ങൾ വിശ്വസിച്ച വിശ്വാസമുണ്ടല്ലോ, ആ ദീനിനെ നിനക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുവേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരി അവിടുന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കരയുകയാണ്. ഉമറിന്റെ ഹൃദയം വല്ലാതെ തേങ്ങുകയാണ്. ഉമറിന്റെ വല്ലാത്ത ക്ഷീണം വരികയാണ്. ഉമറിന്റെ എല്ലാ കോപവും അവിടുന്ന് അടങ്ങി പോവുകയാണ്. എന്താണെന്നറിയുമോ, തന്റെ സഹോദരിയുടെ വായിൽ കൂടിയും മൂക്കിൽ കൂടിയും ബ്ലഡ് വരുന്നത് കണ്ടപ്പോൾ, ആ സഹോദരി കിടന്ന് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഉമറിന് വല്ലാത്ത സങ്കടമായി. തന്റെ സഹോദരിയോട് പറയുന്ന, പെങ്ങളെ, ഞാനിവിടെ കേറി വന്നപ്പോ എന്തേ ഞാൻ കേട്ടത് ഫാത്തിമ, എന്താ ഞാൻ കേട്ടത് ഫാത്തിമ? അല്ലാഹുവേ, ഉമർ ബിൻ ഖത്താബ് അവിടുന്ന് ചോദിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് അവിടുന്ന് ചോദിക്കുകയാണ്, എന്താ ഞാൻ ഇവിടുന്ന് കേട്ടുകൊണ്ടിരുന്നത്? അവിടുന്ന് ഫാത്തിമ പറയുന്നു, ഉമറേ, അത് അല്ലാഹുവിന്റെ കലാമാ ഉമറേ, അത് മനുഷ്യനുണ്ടാക്കിയതല്ലോ, അത് മനുഷ്യനുണ്ടാക്കിയതല്ലോ, അത് മനുഷ്യന്റെ വാക്കുകളല്ല. നമ്മളെ പടച്ച തമ്പുരാനുണ്ടല്ലോ, നമുക്ക് ജീവൻ തരുന്ന, ഭക്ഷണം തരുന്ന, ആരോഗ്യം തന്നോ, നമുക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും തന്നിരിക്കുന്നു. ഈ അണ്ടകടാകത്ത് മുഴുവനും പടച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുണ്ടല്ലോ, ആ റബ്ബിന്റെ കലാമാണ് ഉമറേ. ഉമർ ബിൻ ഖത്താബിനോട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ അവിടുന്ന് ചോദിക്കുകയാണ്, ഫാത്തിമ, എന്റെ കയ്യിലേക്കൊന്നതാ ഫാത്തിമ, ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ ഫാത്തിമ. അല്ലാഹു എവിടുന്ന് തന്റെ സഹോദരി എവിടുന്ന് പറയുകയാണ്, ഉമറേ, ഇത് വെറുതെ കയ്യിലോട്ട് തരാൻ കഴിയില്ല, ഇത് വെറുതെ കയ്യിലോട്ട് തരാൻ കഴിയില്ല ഉമറേ. അല്ലാഹുവിന്റെ കലാമാണ്, ഇത് ശുദ്ധി വരുത്തിയിട്ട് വാ ഉമറേ, പോയി കുളിച്ചിട്ട് വാ ഉമറേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കുളിച്ചെല്ലാം ശുദ്ധിയായിട്ട് കടന്നു വരികയാണ്. ആ സമയത്ത് പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അതങ്ങനെ പാരായണം ചെയ്യുകയാണ്, അതങ്ങനെ പാരായണം ചെയ്യുകയാണ്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സ് വല്ലാതെ തേങ്ങുകയാണ്. ഉമറിന് മനസ്സിലായി, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇതൊരു മനുഷ്യനുണ്ടാക്കിയതല്ലോ, ഇത് അല്ലാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലായി. എന്റെ പ്രിയപ്പെട്ടവരത് മടക്കി വെച്ചുകൊണ്ട് ഫാത്തിമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അതാ ഉദവെടുത്തുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് അവിടുന്ന് പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യമുണ്ടല്ലോ, സഹാബത്ത് വന്നുകൊണ്ട് അറിയിച്ചു കൊടുക്കുകയാണ്. സഹാബത്ത് ഓടി വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയേ, ഉമർ വരുന്നുണ്ട് നബിയേ, ഉമർ വരുന്നുണ്ട് നബിയേ, അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണമെന്ന് സഹാബത്ത് വന്നുകൊണ്ട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു, ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വാൾ വീശിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഉമർ വരുന്നത് യുദ്ധത്തിനാണെങ്കിലോ, ഉമർ വരുന്നത് ഏതെങ്കിലും ദുരുദ്ദേശത്തിനാണെങ്കിലോ എന്റെ വാളിന് അവൻ ഇരയാകുമെന്ന് ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്. അതെല്ലാം മാന്യമായിട്ടാണ് വരുന്നതെങ്കിലോ അവന് വേണ്ടുന്ന സ്വീകരണങ്ങൾ ഞങ്ങൾ കൊടുക്കുമെന്നോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോൾ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഹംസ, ഉമർ വരുന്നതെന്നെ കൊല്ലാനല്ല ഹംസ, ഉമർ വരുന്നതെന്നെ കൊല്ലാനല്ല ഹംസ. എന്നാലും സ്വഹാബികൾക്കിടയിൽ വല്ലാത്ത ഭയമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദൂരെ നിന്ന് ഉമർ വരികയാണ്.
ദൂരെ ഉമർ വരികയാണ്, കുതിരയുടെ മുകളിൽ ഉമർ വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബാക്കളെല്ലാം അവിടുന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഉമർ അടുത്തേക്ക് വന്നു. അതാ കുതിര അവിടുന്ന് തളയ്ക്കുകയാണ്. എന്നിട്ടതാ ഉമർ കുതിരപ്പുറത്തുനിന്ന് ചാടിയിറങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വാള് കയ്യിലിരിക്കുന്നുണ്ട്. ഉമറിനെ കണ്ടപ്പോ തന്നെ സ്വഹാബത്തിന് വല്ലാത്ത ഭയമായി. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് സ്വഹാബത്തിന്റെ മുന്നിൽ കൂടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് നടന്ന് വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തലകുനിച്ചു കൊണ്ടുവരികയാണ്. ഇതുവരെയും ഉമറിനെ ഇതേപോലെ കണ്ടിട്ടില്ല, ഒരിക്കലും ഉമറിനെ ഇതേപോലെ കണ്ടിട്ടില്ല. നെഞ്ചു വിരിച്ചുകൊണ്ട് തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഉമറിനെ അല്ലാതെ ഒരു സഹാബാക്കളും ഉമറിനെ അവിടുന്ന് കണ്ടിട്ടില്ല. എല്ലാവരും അവിടുന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ഉമർ ദാ വാളും പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വന്നു. എന്റെ പ്രിയപ്പെട്ടവര്, ചെറിയ കുട്ടികൾ വന്നിരിക്കുന്നത് പോലെ റസൂലുള്ളാഹി തങ്ങളുടെ മുട്ടോട് ചേർത്തുകൊണ്ട് മുട്ടുവെക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ദാ ഉമർ പൊട്ടിക്കരയുകയാണ്, ഏകലടിച്ചുകൊണ്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഈ ഉമർ ആരുടെയെങ്കിലും മുന്നിൽ തലകുനിച്ചിട്ടുണ്ടെങ്കിലോ, ഇന്നേവർ ഒരു മനുഷ്യന്റെ മുന്നിലും ഉമർ തലകുനിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് തലകുനിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആ കൈയൊന്ന് നീട്ടുമോ നബിയേ, ആ കൈയൊന്ന് നീട്ടുമോ നബിയേ. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് കൈ നീട്ടി കൊടുക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കൈ പിടിച്ചുകൊണ്ട് ചുംബനം കൊടുക്കുകയാണ്. ആ കൈ പിടിച്ചുകൊണ്ട് ചുംബനം കൊടുക്കുകയാണ്. എന്തൊരു സുഗന്ധമാണ് നബിയേ, എന്തൊരു സുഗന്ധമാണ് നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കൈ അങ്ങോട്ട് മുത്തുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റേതായ കണ്ണുനീരതാ റസൂലുള്ളാഹി തങ്ങളുടെ കൈയിലേക്ക് വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഉമറിന്റെ തലയിലേക്ക് തടകിയിട്ട് പറയുകയാണ്, ഉമറേ എഴുന്നേക്ക്, ഉമറേ എഴുന്നേക്ക്, ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രമുണ്ടല്ലോ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രം അവിടുന്ന് മാറ്റിക്കുറിക്കുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൻ്റെതാ വെള്ളി നക്ഷത്രം അവിടുന്ന് പൂത്തുലയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബാക്കൾ മുഴുവനും അവിടുന്ന് തക്ബീർ ചൊല്ലുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാ സ്വഹാബാക്കളും ഒന്നടങ്കം അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന ഉമറിനെ കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുകയോ. അവിടുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതത്തിലേക്ക് വന്നത് ആ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ടാണ്. എന്ത് കേട്ടിട്ടാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട്. ആ ഖുർആൻ നമ്മുടെ വീട്ടിലിരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന വീരശൂര പരാക്രമി എല്ലാവർക്കും പേടിയാണ്. ഉമർ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഭയപ്പെടും. അന്ന് ചെറിയ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഉമറിന്റെ പേര് പറഞ്ഞിട്ട്, അതോ ഉമർ വരുന്നു വേഗം കഴിച്ചോ, ദാ ഉമർ വരുന്നു വേഗം കഴിച്ചോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. അത്രയും പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. സഹാബാക്കൾ പോലും വിറച്ചുപോയി ഉമർ വരുന്നത് കണ്ട്. അത്രയും വളരെ നികൃഷ്ടമായ സ്വഭാവം. ആ സ്വഭാവത്തിന്റെ ഉടമയായ ഉമർ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കലാമ കേട്ടപ്പോ, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേട്ടപ്പോ മനസ്സിന് വല്ലാത്ത മാറ്റമുണ്ടായി. നമുക്കെന്തേ മാറ്റമുണ്ടാകാത്തത് ഉമ്മ? നമുക്കെന്തേ മാറ്റമുണ്ടാകാത്തത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് ഇരിക്കുകയാണ്.
നമുക്കെന്താ മാറ്റമുണ്ടാകാത്തത്? അതാണ് നമ്മൾ ആദ്യം ഓതിയത്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മാറ്റം വരാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരും, നമ്മൾ അത്ഭുതപ്പെടുന്നവരാണ്. നമ്മുടെ മക്കളുടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയാണ് ടിവിക്ക് ചാർജ് ചെയ്യുക. ടിവിക്ക് ചാർജ് ചെയ്യാൻ പണ്ടത്തെ കണക്ക്, പണ്ട് ആന്റിനയായിരുന്നു നമ്മൾ ടി വി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആന്റിനയായിരുന്നു. ആ ആന്റിനെ വരുന്ന ചാനലുണ്ട്, DD1, DD2, DD3 പറഞ്ഞുകൊണ്ട് മലയാളം. ഇങ്ങനെ ഈ ചാനലുകളാണ് നമ്മൾ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കേബിളായി. കേബിൾ വലിച്ചിട്ട് 24 ചാനൽ ഇങ്ങനെല്ലാം ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കും. നമ്മൾ സുബയുടെ സമയത്ത്, മഗ്‌രിബിന്റെ സമയത്തെല്ലാം ഞെക്കിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കിട്ടുന്ന ടി വി. യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം കിട്ടുന്ന ടി വിയാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുന്ന ടി വി. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലതും കാണാം, മോശമായ കാര്യങ്ങളും കാണാം. നല്ലത് കാണേണ്ടവർക്ക് നല്ലത് കാണാം, മോശമായതുകൊണ്ടവർക്ക് മോശമായതും കാണും. ഈ യൂട്യൂബ് കണക്ഷൻ ആയിട്ടുള്ളത് കൊണ്ട് എന്ത് വേണം? നെറ്റ് വേണം. അതിന് മകള് വാപ്പയോട് പറഞ്ഞു, വാപ്പ നെറ്റ് തീർന്നു, അതുകൊണ്ട് 1500 രൂപയ്ക്ക് ചാർജ് ചെയ്യണം. 1500 രൂപയ്ക്ക് ചാർജ് ചെയ്യണം. വാപ്പ പോക്കറ്റെല്ലാം തപ്പി നോക്കിയപ്പോഴേ എങ്ങനെ എല്ലാം മൊത്തം ഇങ്ങനെ പോക്കറ്റെല്ലാം ഒന്ന് തപ്പി അവിടെ നിന്നൊക്കെ പിറക്കിയെടുത്തപ്പോ 1200 രൂപ കിട്ടി. 1200 രൂപ വാപ്പാക്ക് കിട്ടി. വാപ്പ പറഞ്ഞു, മോളെ എന്നാ കൊണ്ടുപോയി ചാർജ് ചെയ്യും. വാപ്പ 1200 ഉള്ളൂ, 300. അത് 300 രൂപ പിന്നെ തരാന്ന് പറ. 300 രൂപ വാപ്പ പിന്നെ കൊടുക്കാം. മകൾ ഈ 1200 രൂപ കൊണ്ട് കൊടുക്ക്. വാപ്പ പാവം അവിടെ നിന്നൊക്കെ ഞുള്ളിപ്പറക്കി കൊണ്ട് കൊടുത്തതാ. മകൾക്കിത് സഹിച്ചില്ല. അവളെന്ത് ചെയ്തു? നേരെ പോയി തൂങ്ങിച്ചെത്തി. നേരെ പോയി തൂങ്ങിച്ചാകാണ്. അവിടെ പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. അല്ലാഹു നമ്മുടെ മക്കൾക്ക് എന്താണ് സംഭവിച്ചു പോയത്? എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? എവിടെയാണ് നമുക്ക് തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ശൈത്വാനിയത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ വീടുകളിൽ മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കളില്, ഭാര്യയില്. ഈ അടുത്തല്ലേ എന്റെ പ്രിയപ്പെട്ടവർ, ഈ അടുത്തൊരു സഹോദരി തിരുവനന്തപുരത്ത് ഒരു സഹോദരി, പത്തനംതിട്ടയിൽ ഒരു സഹോദരി, മക്കളുള്ളൊരു സഹോദരിയാണ്. ആ മക്കളുള്ള സഹോദരി, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരൻ, അന്യമതത്തിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒളിച്ചോടി പോയ നമ്മൾ ഈ അടുത്ത് കേട്ടത്, ആ സഹോദരി ആത്മഹത്യ ചെയ്തു എന്നാണ്. ആ സഹോദരി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയാണോ കൊലപാതകമാണോ അല്ലാഹു നമുക്കറിയില്ല. എന്തായാലും മരിക്കുകയുണ്ടായി. ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമോ? എന്റെ പ്രിയപ്പെട്ടവർ, എത്ര സുന്ദരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെയൊക്കെ വല്ലാതെ ദുഃഖപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന കാര്യമല്ലേ? നമ്മളെല്ലാം അത്ഭുതപ്പെട്ട് 3-4 മക്കളുള്ള സഹോദരിമാരൊക്കെ കാണുന്നവന്മാരുടെ കൂടെ ഇറങ്ങിപ്പോവുക. എന്നിട്ടോ ഏതെങ്കിലും തോട്ടിലൊക്കെ ഇങ്ങനെ ചത്തു കിടക്കുന്ന കാണാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, നമ്മളൊക്കെ എത്രത്തോളം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ എത്രത്തോളം അല്ലാഹുവിന്റെ ദീനിനെ നമ്മൾ മുറുകെ പിടിച്ച് ജീവിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇസ്സത്തുണ്ട്. നമ്മുടെ ആ ഒരു ജീവിതത്തെ എപ്പോഴും ആൾക്കാർ പറയും, എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടന്നാൽ പോലും ആൾക്കാർ പറയും, ആ ഉമ്മാനെ കണ്ടോ, ആ ഉമ്മാന്റെ ഈമാൻ കണ്ടോ? എന്താ കാരണം? അവർ ഇന്നേ പോലും തെറ്റുപോലും ചെയ്യാത്തവരാ. ചെറിയ പ്രായത്തിലെ ഭർത്താവ് മരിച്ചുപോയി, ഇത്രയും മക്കളെ പോറ്റി വളർത്തി ഉമ്മയാ കിടക്കുന്നത്. എത്ര ഉമ്മമാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 40 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലാണെന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരെങ്കിലും പറയോ നമ്മൾ മരിച്ചു കിടന്ന നമ്മളെ കുറിച്ച് 40 പേര് പറയാൻ ആരെങ്കിലുണ്ടോ? പൈസ കൊടുത്തിട്ടാണെങ്കിലും നിർത്തണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പൈസ കൊടുത്തിട്ടാണെങ്കിൽ ഒരു 40 പേരെ നമ്മൾ ഒപ്പിച്ചു വെക്കണം. മരിച്ചു കിടക്കുന്ന സമയത്ത് അവൻ നല്ലവനായിരുന്നു, നല്ല പ്രവർത്തനങ്ങളൊക്കെ ആരും പറയൂല. പൈസ മേടിച്ചിട്ട് കള്ളവോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവര്. പൈസ വാങ്ങും, പിന്നെ നല്ലതാണെന്ന് പറയോ? അന്നേരവും പറയും നമ്മളെ കുറിച്ച്, ഇവൻ പൈസ തന്ന് എനിക്ക് എന്ത് നല്ലതാന്ന് പറയാം.
ഇങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുമെന്നുള്ളതായ കാര്യം നമുക്ക് ഓർമ്മ വേണം. നാളെ ഇവിടുന്ന് നമ്മൾ മരണപ്പെട്ടു പോകുമെന്നുള്ള കാര്യം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ ഉള്ളില് ശൈത്വാനിയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ശൈത്താനിയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകണം. ശൈത്താനിയത്ത് വരുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് ഈ ദുർബോധനം ഉണ്ടാകുന്നത്, ആത്മഹത്യ ചെയ്യാൻ. എന്നാ പിന്നെ ഞാൻ പോയി തൂങ്ങിയേക്കാം, പോയി തൂങ്ങാ, കയറെടുത്തോണ്ട് പോയി തൂങ്ങാ. എന്നാ പിന്നെ പെണ്ണുമ്പിള്ള പറയാ, ഇവന്റെ കൂടെ ജീവിച്ച് ഞാൻ നരകിച്ചു. എന്നാ പിന്നെ കാണുന്ന അപ്പുറത്ത് പെയിന്റ് അടിക്കാൻ വന്ന ഒരുത്തിന്, അവനെ കുഴപ്പമില്ല, തരക്കേടില്ല, അവന്റെ കൂടെ പോവുക. അവന്റെ ആവശ്യം കഴിയുമ്പോഴത്തേക്കിന് അവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും. ഇന്ന് നടക്കുന്നത് മുഴുവനും അതാ. അല്ലാഹുവേ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് ഓടണമല്ലോ. ഇബ്ലീസ് ഓടാനുള്ള 6 കാര്യങ്ങൾ അവിടുന്ന് ഞാൻ പറഞ്ഞു തരാം. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശൈത്വാനിയത്തിന്റെ ശർറ് മാറുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ അവിടുന്ന് നന്നാകാറ്, നമ്മുടെ ഭാര്യ നന്നാകാറ്, നമ്മുടെ ഭർത്താവ് അവിടുന്ന് നന്നാകാറ്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവേ പരിശുദ്ധമായ ദീനീ പ്രകാശം അവിടുന്ന് കൊണ്ടുവരാൻ 6 കാര്യം ഞാൻ അവിടുന്ന് പറയാവ്. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാര്, അല്ലാഹുവേ, രാവന്നില്ലാതെ പകലുന്നില്ലാതെ നമ്മൾ ഒരുപാട് കച്ചവടം ചെയ്യുന്നവരാണ്. കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ നമ്മൾ ഒരുപാട് പണി ചെയ്യുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്. എന്തിനാണ് വാപ്പാ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയാണല്ലോ? അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുകയാണ്, ഉസ്താദേ, ഞാൻ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടാലെന്തോ, എന്റെ മക്കളുടെ ചിരിയൊന്ന് കണ്ടാ മതിയല്ലോ, അവരൊരാളുടെ മുന്നിൽ പോലും പോയി കൈനീട്ടാൻ പാടില്ലല്ലോ, എന്റെ ഭാര്യയുടെ സന്തോഷമാണ് എനിക്ക് വലുതെന്ന് പറയുന്ന ചെറുപ്പക്കാർ, എന്റെ പൊന്നുമോരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി അവിടുന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? അല്ലാഹു തആല നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നീ നന്ദി പറയണമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. എന്ത് അനുഗ്രഹങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാൽ, ഏത് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയാൽ, ഏതൊരു അനുഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയണമോ? എന്റെ ചെറുപ്പക്കാരാ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. രാവിലെ പോലും നീ എഴുന്നേറ്റ് വരുമ്പോ നീ പറയുന്നതെന്താ? രാത്രിയിൽ കിടന്നു, പിന്നീട് നമ്മൾ രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. എവിടെയും നീ അൽഹംദുലില്ലാഹ് പറയണമടോ. അൽഹംദുലില്ലാഹ് പറഞ്ഞാ വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ലഇൻ ശകറതും ലഅസീദന്നകും. അല്ലാഹുവേ, അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, നിങ്ങളെങ്ങാനും അല്ലാഹുവിനെ നന്ദി ചെയ്താൽ, വഇദ തഅദ്ദന റബ്ബുകും ലഇൻ ശകറതും ലഅസീദന്നകും വലഇൻ കഫറതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ, നന്ദി ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്നറിയുമോ? ലഅസീദന്നകും. അല്ലാഹു അവനെ വർദ്ധിപ്പിച്ചു തരുന്നതാ. അവന്റെ പട്ടിണിയും ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അവിടുന്ന് മാറ്റി തരുന്നതാണ്. എന്നിട്ട് അല്ലാഹു അവിടുന്ന് പറയുകയാണ്, വലഇൻ കഫറതും ഇന്ന അദാബി ലശദീദ്. എങ്ങാനും അവൻ അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചു പോയാൽ ഇന്ന അദാബി ലശദീദ്, അല്ലാഹുവിന്റെ
അദാബ് വല്ലാത്ത കഠിനമായതാണോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അതുകൊണ്ട് അല്ലാഹു തആല തരുന്ന ഏതൊരു കാര്യങ്ങളുണ്ടല്ലോ ഒന്നിനെയും നീ വിസ്മരിച്ചു പോകരുത്. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ ഒരിക്കലും നീ വിസ്മരിച്ചു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ പറയണേ, നല്ലൊരു പെണ്ണിനെ കെട്ടുമ്പോൾ അൽഹംദുലില്ലാ പറയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിവാഹം കഴിഞ്ഞ് നമ്മൾ ആദ്യ രാത്രിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആദ്യ രാത്രിയിൽ അവിടുന്ന് നമ്മുടെ മണിയറയിൽ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് എന്റെ ചെറുപ്പക്കാരാ നമ്മൾ കടന്നു വരേണ്ടത്? ആ മണിയറയിലേക്ക് നമ്മുടെ മണവാട്ടി ബിബി കടന്നു വരികയാണ്. നമ്മുടെ മണവാട്ടി അവിടുന്ന് കടന്നു വരികയാണ്. നമുക്ക് പാലും കൊണ്ട് കടന്നു വരുമ്പോൾ എന്നിട്ട് നമ്മളതാ ജീവിതത്തിലേക്ക് അവിടുന്ന് കടക്കുമ്പോൾ എന്നെ പ്രിയപ്പെട്ടവര്, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ശൈത്വാനിയത്തിൽ നിന്ന് കാവലിനെ തേടണേ എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ആദ്യ രാത്രിയിൽ നമ്മുടെ കുടുംബത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യ രാത്രിയിൽ കയറുക, നമുക്കൊരു ഭാര്യയെ കിട്ടി, എന്ത് പറയണം? അൽഹംദുലില്ലാ. വീട് കിട്ടി, എന്ത് പറയണം? അൽഹംദുലില്ലാ. മക്കളെ കിട്ടി, എന്ത് പറയണം? അൽഹംദുലില്ലാ. ഈ ഒരു അൽഹംദുലില്ലാ ഇല്ലാത്തതിൻ്റെതായ പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിലുടനീളം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നല്ലൊരു ജോലി കിട്ടി, എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയണം. ആര് പഠിപ്പിച്ചു? ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഒരു സഹോദരി, ആ സൗദത്തുൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മർഅത്തു സൗദ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട്, ഒരു കറുത്ത പെണ്ണ്, ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടിട്ടൊന്ന് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ പെണ്ണെ നിനക്ക് പ്രശ്നം? അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു രോഗമുണ്ട്. ആ രോഗം വന്നു കഴിഞ്ഞാൽ ഞാൻ പെടച്ച് താഴെ വീടും നബിയെ. എനിക്ക് വല്ലാത്ത വേദനയാണ്, എനിക്ക് വല്ലാത്ത വേദന. അതുകൊണ്ട് നബിയെ അവിടുന്ന് ദുആ ചെയ്യണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കറുത്ത പെണ്ണിനോട് അവിടുന്ന് പറയുകയാണ്, പെണ്ണേ, ഞാൻ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയാണ്. ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു അവിടുന്ന് സ്വീകരിക്കും, നിന്റെ രോഗങ്ങൾ അവിടുന്ന് മാറുകയാണ്. എന്നാൽ പെണ്ണേ, നീ രോഗിയായിരിക്കുന്ന സമയമുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന രോഗമുണ്ടല്ലോ, അത് വലിയൊരു മുസീബത്തായി നീ കരുതണ്ട പെങ്ങള്. അത് അല്ലാഹു നിന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അല്ലാഹു നിന്റെ പാപങ്ങൾ പൊറുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്താൽ നിന്റെ രോഗം അവിടുന്ന് മാറിപ്പോവുകയാണ്. രോഗം മാറിയാൽ നീ അനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും അല്ലാഹു അവിടുന്ന് വലിയ പ്രതിഫലങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതവിടുന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു, നബിയേ, എന്നാൽ എന്റെ രോഗം മാറണ്ട, എന്നാൽ എന്റെ രോഗം മാറണ്ട. യാ റസൂലല്ലാഹ്, വേറൊരു ബുദ്ധിമുട്ടതിലുണ്ട് നബിയേ. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണവിടുന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ അടിച്ചതിന്റെ താഴേക്ക് വീഴുമ്പോൾ, ഞാൻ പിടച്ച് താഴേക്ക് വീഴുമ്പോൾ, അല്ലാഹുവേ, ചിലപ്പോ ഞാൻ ചന്തയിൽ പോകുമ്പോഴായിരിക്കാം, ചിലപ്പോ ഞാൻ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം, ചിലപ്പോ ഞാൻ ഏതെങ്കിലും ഒരു സദസ്സിൽ നിൽക്കുമ്പോഴായിരിക്കാം, അവിടെ വെച്ചുകൊണ്ടെങ്ങാണ് അസുഖം വന്ന് ഞാൻ പിടച്ച് താഴെ വീണാൽ, യാ റസൂലല്ലാഹ്, എന്റെ ഔറത്ത് വെളിവാകും നബിയേ, എന്റെ ഔറത്ത് വിടുന്ന വെളിവാകും നബിയേ. അതിന്റെ വല്ലാതെ മാനസികമായ ബുദ്ധിമുട്ടാണ്. എന്റെ ഔറത്ത് മറ്റുള്ളവര് കാണുമല്ലോ നബിയേ. റസൂലുള്ളാഹി തങ്ങളോട് ആ പെണ്ണവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, പെണ്ണേ, എന്നാൽ
അതിന്റെ ശിദ്ദത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ രോഗത്തിന്റെ കാഠിന്യം കുറയാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പെണ്ണ്. അല്ലാഹുവേ, അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് ആ രോഗം പിടിച്ച പെണ്ണിനോട് പറയുന്ന പെണ്ണ്, രോഗം വരുന്ന സമയത്ത് നീ എന്താ പറയേണ്ടത്? വേദന വരുന്ന സമയത്ത് എന്താ പറയേണ്ടത്? നിനക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ എന്താണ് പറയേണ്ടതെന്നറിയുമോ പെണ്ണ്? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അതിന് വല്ലാത്ത പ്രതിഫലമാണ് എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണ് രോഗിയായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നപ്പോ നബിയെ വല്ലാത്ത വേദനയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്. ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്, വല്ലാതെ വേദനകൾ അനുഭവിക്കുന്നു. അല്ലാഹു തആല അവർക്ക് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ക്യാൻസർ രോഗികൾ, അതേപോലെ തന്നെ വൃക്കയുടെ രോഗം വന്നിട്ട് ഡയാലിസിസ് ചെയ്യുന്നവര്, അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഉമ്മമാര്, സഹോദരങ്ങള്, വാപ്പമാര്, ഷുഗറൊക്കെ വന്നിട്ട് കാലൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ചൊറിഞ്ഞു പൊട്ടിയിട്ട് അതിൽ കൂടി ഇങ്ങനെ ചലം വരികയാണ്. പലർക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹുവേ നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ രോഗങ്ങൾ വന്നിരിക്കുന്ന ഒരുപാട് വേദന തിന്നവരുണ്ട്. എന്റെ വാപ്പ, നീ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്. കാരണം എന്താ? നീ അവിടുന്ന് മരിച്ചു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും എല്ലാവരും മരണപ്പെടും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിച്ചു നോക്കും. നമ്മളും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും മരണപ്പെടും. അല്ലേ? കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു അവന്റേതായ പരിശുദ്ധമായ ഖുർആനിൽ പറയാണ്, എല്ലാവരും നശിക്കും, നമ്മളെല്ലാവരും നഷ്ടപ്പെടും. അതുകൊണ്ട് ദുനിയാവിനെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടണ്ട. ദുനിയാവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട. പിന്നെന്താ നിങ്ങൾ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് രോഗം വന്നു, വേദനയാണ്, വല്ലാത്ത വേദനയാണ്, എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്. കാരണം നീ അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു ഓരോ സെക്കൻഡ് സമയത്തും നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവിടെ ചെല്ലുമ്പോ പാപമില്ല. ചില ആൾക്കാരെ കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? നമുക്കറിയാം, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർകദഹു, അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം താടിയുടെ ഭാഗത്ത് ക്യാൻസർ വന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു ഭാഗത്ത് ചരിഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വായിൽ കൂടി ബ്ലഡ് വരുമായിരുന്നു, രക്തം വരുമായിരുന്നു. ദറസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ, മുത്തഅല്ലിമീങ്ങൾക്ക് ദറസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ വായിൽ കൂടി ഇങ്ങനെ രക്തം വരുമായിരുന്നു. ആ രക്തം വരുന്ന സമയത്ത് പോലും മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവിടുന്ന് പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്നാണ്. അൽഹംദുലില്ലാഹ്. കാരണം എന്താ? ഇതൊക്കെ അല്ലാഹു നമുക്ക് തരുന്ന ചെറിയ പരീക്ഷണങ്ങളാണ്. അല്ലാഹു തരുന്ന പരീക്ഷണങ്ങളാ. ദുനിയാവിൽ വെച്ച് അല്ലാഹു തരുന്ന പരീക്ഷണം എന്തിന്? നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി, അതിന് പരിഹാരമാണ് ഈ രോഗമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തിപ്പറ്റ ഉസ്താദ് അവിടുന്ന് വേദന കടിച്ചിറക്കിയിട്ട് ദർസ് നടത്തി കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവർ, എത്ര കൂലിയായിരിക്കും! അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഫിഖ്ഹും ഹദീസും അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും വായിൽ കൂടി ഇങ്ങനെ ബ്ലഡ് വരികയാണ്. ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും, എത്രത്തോളം വേദന സഹിച്ചാണ് ആ ഒരു ദീനീ രംഗത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹുവേ അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ അത്രത്തോളം വേദന സഹിച്ചെങ്കിൽ അത്രത്തോളം അവിടെ സൂഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും യൂസുഫ് അലി അവിടുന്ന് പറഞ്ഞു, അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ടപ്പോ യൂസുഫ് അലി അവിടുന്ന് അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഇവിടുത്തെ വലിയ മുതലാളിയാണ്, ഞാൻ ഈ ദുനിയാവിലെ വലിയ മുതലാളിയാണ്, പക്ഷേ നാളെ ആഖിറത്തിലെ മുതലാളി നിങ്ങളാ, അതുകൊണ്ട് ഞങ്ങളെ കൈപിടിക്കണേ എന്ന് യൂസുഫ് അലി സാർ അവിടുന്ന് അത്തിപ്പറ്റ ഉസ്താദിനോട് ഒരു വേളയിൽ അവിടുന്ന് പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇവിടുത്തെ മുതലാളികളാ, ഇതൊക്കെ ഇവിടെ നാളെ അവസാനിക്കും, ഇതൊക്കെ ഇവിടെ നാളെ അവസാനിക്കും.
നാളെ നിങ്ങളാണ് വലിയ മുതലാളിമാർ, അതുകൊണ്ട് ഞങ്ങളെ കൈപിടിച്ചേക്കണേ. ഉലമാഇനോട് പറയാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക്, അതാണ് ഈമാൻ, അതാണ് നമ്മുടെ ഈമാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും സമ്പത്ത്, അത്രയും വലിയ കോടീശ്വരനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പോലും അങ്ങനൊരു തോന്നൽ വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വന്നോ ആ തോന്നൽ? നമ്മുടെ ഹൃദയത്തിൽ വന്നോ? ഒരു 60 ഏക്കർ പറമ്പും ഒരു റബ്ബർ തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ മുതലാളിയായി, നമ്മൾ വലിയ മുതലാളിയായി, പിന്നെ ഭയങ്കര ധിക്കാരിയായി, പിന്നെ കിബറായി, അസദായി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, ശൈത്താനിയത്തിന്റെ ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ, എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു തആല തന്നിരിക്കുന്ന നന്മകളെ നമ്മൾ ഓർക്കുക. അള്ളാഹു തആല തന്നിരിക്കുന്ന നന്മകളെ നമ്മൾ ഓർക്കുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അള്ളാഹു തആല തന്നിരിക്കുന്ന നന്മകൾ ഓർത്തുകൊണ്ട് നിങ്ങൾ ശുക്ർ ചെയ്താൽ അള്ളാഹു വീണ്ടും വീണ്ടും ഇരട്ടിപ്പിച്ച് തരുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ബനൂ ഇസ്രായേൽ നടന്നൊരു ചരിത്രമുണ്ട്. എന്റെ പ്രിയപ്പെട്ട 3 മനുഷ്യന്മാര് രോഗവുമായി നടക്കുന്നവരാ. 3 മനുഷ്യന്മാർ അവിടുന്ന് രോഗവുമായി നടക്കുന്നവരാ. ഒരാൾക്ക് വല്ലാത്ത കുഷ്ഠരോഗമാണ്. ഇന്നത്തെ കാലത്ത് ഈ കുഷ്ഠം എന്ന് പറഞ്ഞാല് ആ കുഷ്ഠരോഗികളെ പിന്നെ ആ ഏരിയയിലോട്ട് അടുപ്പിക്കില്ല. കുഷ്ഠരോഗികളെ ഏരിയയിലോട്ട് അടുപ്പിക്കില്ല. നമുക്കറിയാം, കൊറോണ വന്നപ്പോ നമ്മൾ എങ്ങനായിരുന്നു? കൊറോണ വന്നപ്പോ നമ്മള് മുഖം പൊത്തി ശരീരം മുഴുവനും മറച്ചാണ് നമ്മൾ നടന്നത്, അല്ലെ? കണ്ണിന് പോലും കാണാത്ത കൊറോണയെ പേടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കൊറോണ വന്നപ്പോൾ ഇപ്പോഴും മാസ്ക് ഇട്ട് നടക്കുന്നവരുണ്ട്. ആ കൊറോണയെ പേടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ കുഷ്ഠരോഗം അന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ പോലും അടുപ്പിക്കില്ല, കുഷ്ഠം പകരും. ആ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ, അതേപോലെ എല്ലാവരും കണ്ടിരുന്ന വേറൊരു ഐബാണ്, ന്യൂനതയാണ് ഈ കഷണ്ടി. അങ്ങനെയുള്ളൊരു കഷണ്ടിക്കാരൻ, അതേപോലെ ഒരു അന്ധനായ മനുഷ്യൻ. ഇവര് 3 പേരും ഇങ്ങനെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം അവിടെ ഉണ്ടാവുകയാണ്. അള്ളാഹു തആല ഒരു മലക്കിനെ അവിടെ അയച്ചു. അള്ളാഹു 3 പേരുടെ കീഴിൽ ഒരു മലക്കിനെ അയച്ചു. എന്നിട്ട് ആ കുഷ്ഠരോഗിയായ മനുഷ്യനോട് അവിടെ ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യം പറ, ഞാൻ നടത്തിത്തരാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പറ, ആഗ്രഹം, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം പറ, ഞാൻ നടത്തിത്തരാം. ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കാണുന്നില്ലേ, ഞാനൊരു കുഷ്ഠരോഗിയാ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും എന്നെ വെറുത്തു, എന്റെ കുടുംബം വെറുത്തു, എനിക്ക് സ്വത്തുക്കളില്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഞാനിപ്പോ പട്ടിണിയായിട്ട് മരിക്കാറായി കിടക്കുകയാ. ആ സമയത്ത് ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈ കുഷ്ഠരോഗം എനിക്കൊന്ന് മാറ്റിത്തരണം, നിങ്ങളെ കൊണ്ട് കഴിയോ? ആ സമയത്ത് ആ മലക്കൊരു തടവ് കൊടുത്തു, അദ്ദേഹത്തിന്റെ കുഷ്ഠരോഗം മാറി. എന്നിട്ട് ആ മലക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിനൊരു 5 ഒട്ടകം കൊടുത്തു. 5 ഒട്ടകങ്ങളെ കൊടുത്തു, നീ ഇതുകൊണ്ട് ജീവിക്ക്. രണ്ടാമതായി കഷണ്ടിക്കാരന്റെ ചെന്നു, അവന്റെ ആഗ്രഹം ചോദിച്ചു. അവന്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് നല്ല മുടിയൊക്കെ വേണം, അതേപോലെ എനിക്ക് സമ്പത്തില്ല. ആ മലക്കൊരു തടവ് കൊടുത്തു, അദ്ദേഹത്തിന്റെ കഷണ്ടിയൊക്കെ മാറി. അദ്ദേഹത്തിന് കുറച്ച് ആടുകളെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ജീവിക്ക്. മൂന്നാമതായി അന്ധനായ മനുഷ്യൻ, കണ്ണ് കാണാത്ത മനുഷ്യന്റെ അടുക്ക പോയി, നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു. ആ അന്ധൻ പറഞ്ഞു, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, അതുകൊണ്ട് എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടണം, അതാണ് എന്റെ ആഗ്രഹം. ആ സമയത്ത് ആ മലക്കൊരു തടവ് കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അദ്ദേഹത്തിന് കുറച്ച് ആടുകളെ കൊടുത്തു. ആ ആടുകളെ കൊടുത്ത് ജീവിക്കാൻ പറഞ്ഞു. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ 3 ആൾക്കാരുടെ അടുക്കലേക്ക് മലക്ക് ചെന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ആ മലക്കുകളോ, എന്റെ അല്ലാഹുവേ, അവിടുന്ന് വർഷങ്ങൾ അവിടുന്ന് കഴിഞ്ഞു പോയി, ഒരുപാട് നാളുകൾ അവിടുന്ന് കഴിഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, അവർക്ക് കൊടുത്തിരിക്കുന്ന ഒട്ടകങ്ങളും ആടുകളും പശുക്കളെയും കൊണ്ട് അവര് വല്ലാതെ വളർന്നിരിക്കുകയാണ്, വല്ലാത്ത സമ്പന്നന്മാരായി മാറിയിരിക്കുകയാണ്. ആ സമയത്ത് രണ്ടാമതായി അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം അവിടെ വരികയാണ്. ആ മലക്ക് അവിടെ വന്നുകൊണ്ട് കുഷ്ഠരോഗിയായ മനുഷ്യനോട് അവിടുന്ന് പറയുകയാണ്, മലക്കഥ ഒരു കുഷ്ഠരോഗിയെ പോലെ വരികയാണ്, എന്നിട്ടതാ കുഷ്ഠരോഗി, നേരത്തെ കുഷ്ഠരോഗിയായിരുന്ന മനുഷ്യനുണ്ടല്ലോ, ആ സമ്പത്തിൻ്റെതായ മുന്നിൽ വന്നിട്ട്, നിങ്ങളുടെ
ഉള്ളതായ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് തരണേ, എനിക്ക് ജീവിക്കാൻ മാർഗമില്ല, ഞാനൊരു പാവപ്പെട്ടവനാണ്, കുഷ്ഠരോഗിയാണ്, അതുകൊണ്ട് എന്നെ എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആ കുഷ്ഠരോഗിയായ മനുഷ്യനെ പെടുന്നതാ തന്റെ അടിമകളെ വിളിച്ചുകൊണ്ട്, തന്റെ ഹാദിമീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മനുഷ്യനെ നമ്മുടെ ഗേറ്റിന് പുറത്തേക്ക് പിടിച്ചു തള്ളൂ, ഇവനെ ആരാ കടത്തി വിട്ടത്? അല്ലാഹുവേ, അവിടുന്നതാ എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആ മലക്ക് അവിടുന്ന് വിളിച്ചു പറയുന്നു, നീയും ഒരു കുഷ്ഠരോഗിയായിരുന്നില്ലേ, നിന്നെ അല്ലാഹു തആല കുഷ്ഠരോഗം മാറ്റി തന്നില്ലേ, എന്തിനാ നീ ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്നതാ അവിടുന്ന് മലക്ക് വിളിച്ചു പറയുമ്പോൾ ആ കുഷ്ഠരോഗിയായിരുന്ന മനുഷ്യനെ അവിടുന്ന് പറയുകയാണ്, ഞാൻ പണ്ട് മുതലേ സമ്പന്നനോ, എനിക്കിത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്താണ്, അതുകൊണ്ട് നീ വെറുതെ കള്ളം പറയണ്ട എന്ന് പറയുമ്പോൾ ആ മലക്ക് അവിടുന്ന് പറയുന്നു, നിങ്ങളെ ഏത് രൂപത്തിലായിരുന്നോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അവന് കുഷ്ഠരോഗിയായി പോകട്ടെ എന്ന് പറയേണ്ട താമസം എന്റെ പ്രിയപ്പെട്ടവര്, അവന്റെ സമ്പത്ത് മുഴുവനും അവിടുന്ന് നശിച്ചു പോവുകയാണ്, അവനൊരു കുഷ്ഠരോഗിയായി മാറുകയാണ്. ആ മലക്കഥ വീണ്ടും അതാ കഷണ്ടിക്കാരന്റെ മുന്നിലേക്ക് വരികയാണ്, കഷണ്ടിക്കാരന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ടതാ കഷണ്ടിക്കാരനോട് യാചിക്കുകയാണ്. ഒരു കഷണ്ടിക്കാരനായിട്ട്, ദരിദ്രനായിട്ട്, പാവപ്പെട്ടവനായിട്ട് ആ കഷണ്ടിക്കാരന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് വല്ലതും എനിക്ക് തരുമോ? ഞാനൊരു പാവപ്പെട്ടവനാണ്, എനിക്ക് കഷണ്ടി കാരണമായിട്ട് ജനങ്ങൾ എന്നെ കളിയാക്കുകയാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കഷണ്ടിക്കാരനും അവിടുന്ന് ആട്ടി പുറത്താക്കുകയാണ്. ആ കഷണ്ടിക്കാരനും അവിടുന്ന് ആട്ടി പുറത്താക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ മലക്ക് അവിടുന്ന് കഷണ്ടിക്കാരനോട് ചോദിക്കുകയാണ്, ആ സമ്പത്ത് കിട്ടിയവനോട് ചോദിക്കുകയാണ്, നീയും പണ്ട് ദരിദ്രനായിരുന്നില്ലേ, നീ പണ്ട് കഷണ്ടിയുള്ളവനായിരുന്നില്ലേ, അല്ലാഹു നിനക്ക് തന്ന സമ്പത്തല്ലേ എന്നതാ ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോൾ ആ കഷണ്ടി പിടിച്ചിരുന്നവന് അവനതാ മലക്കിനോട് പറയുകയാണ്, എനിക്ക് പണ്ടേ സമ്പത്തുള്ളതാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എടാ നീ കള്ളം പറയുകയാണോ? എടാ നീ കള്ളം പറയുകയാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ മലക്കിനോട് അവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവേ, ആ മലക്ക് അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുവാദത്തോടെ നീ ഏത് രൂപത്തിലായിരുന്നോ ഉണ്ടായിരുന്നത് അതേപോലെ നീ ആയി തീരട്ടെ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവനതാ പഴയ കഷണ്ടിക്കാരനായി, പഴയ ദരിദ്രനായി അവിടുന്ന് മാറുകയാണ്. മൂന്നാമതായി അന്ധത ബാധിച്ചിരുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുന്നിലേക്ക് മലക്കഥ അവിടുന്ന് പോവുകയാണ്. എന്നിട്ടതാ കൺകുരുടനായിട്ടുള്ളവര്, അവന്റെ കണ്ണിന്റെ കാഴ്ചയില്ല, അവന്റെ കണ്ണിന് കാഴ്ച അവിടുന്ന് തിരിച്ചു കെട്ടി, അവൻ വലിയ സമ്പന്നനായി, അവന്റെ മുന്നിലേക്ക് മലക്കവിടുന്ന് പോവുകയാണ്. എന്നിട്ടതാ മലക്കഥ ഒരു കണ്ണുപൊട്ടനെ പോലെ അവിടെ ചെന്നുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് വല്ലതും തരുമോ? ഞാനൊരു പാവപ്പെട്ടവനാണ്, എനിക്ക് വല്ലതും തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ണുപൊട്ടനായിരുന്ന മനുഷ്യനവിടുന്ന് പറയുകയാണ്, ഫഖാല ഖദ് കുന്തു അഅമാ ഫറദ്ദല്ലാഹു ഇലയ്യ ബസരീ വഫഖീറൻ ബഖദ അഫ്നാനി എന്റെ പ്രിയപ്പെട്ടവരെ, അന്ധനായ മനുഷ്യന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പറയുമ്പോൾ അന്ധനായ മനുഷ്യനെ പെടുന്ന പറയുകയാണ്, ഞാനും ഒരു കാലത്ത് അന്ധത ബാധിച്ചവനായിരുന്നു, ഞാനും ഒരു കണ്ണുപൊട്ടനായിരുന്നു, ഫറദ്ദല്ലാഹു ഇലയ്യ ബസരീ, അല്ലാഹു എന്റെ കാഴ്ചകൾ അവിടെ നിന്ന് തിരിച്ചു തന്നു, ഫഖീറൻ ഞാനൊരു പാവപ്പെട്ടവനുമായിരുന്നു, അല്ലാഹു എന്നെ സമ്പത്തുള്ളവനാക്കി, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് നീ ഇതിനകത്ത് നിന്ന് എടുത്തോ, അല്ലാഹു തന്ന സമ്പത്താണോ, അല്ലാഹു തന്ന സമ്പത്താണോ, അതുകൊണ്ട് ഇഷ്ടമുള്ളതിൽ നിന്ന് നീ എടുത്തോ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ആ അന്ധത ബാധിച്ച മനുഷ്യനുണ്ടല്ലോ,
അല്ലാഹു സമ്പത്ത് കൊടുത്തവനാണ്, അല്ലാഹു അന്ധത മാറ്റി കൊടുത്തവനാണ്. അവൻ അവിടുന്ന് നന്ദി കാണിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് മലക്കാണെന്നറിയില്ല. ഒരു പാവപ്പെട്ടവനാണ്, കണ്ണുപൊട്ടനായിട്ട് അവിടുന്ന് വന്ന് അഭിനയിക്കുകയാണ്. ആ മനുഷ്യനോട് പറയുന്ന നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ. അല്ലാഹുവിന് വേണ്ടിയിട്ട് എന്ത് വേണ്ടി എടുത്താലും എനിക്കൊരു കുഴപ്പവുമില്ല. ഇതെല്ലാം അല്ലാഹു തന്ന സമ്പത്താണോ, ഇതെല്ലാം അല്ലാഹു തന്ന അനുഗ്രഹമാണോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹത്തെ മറന്നുപോയില്ല. എല്ലാം അവിടുന്ന് റബ്ബ് തന്നതാണ്, എല്ലാം അല്ലാഹു തന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്തോ എന്ന് ആ മനുഷ്യൻ അവിടുന്ന് പറയുന്ന സമയത്ത് ഫഖാലൽ മലകു, ആ സമയത്ത് അവിടുന്ന് മലക്ക് പറയുകയാണ്, അംസിക മാലക ഫഇന്ന ബുത്ലിയതും ഫഖദ് റളിയല്ലാഹു അൻക വസഖത അലാ സാഹിബൈ. അല്ലാഹുവേ, അവിടുന്ന് മലക്ക മനുഷ്യനോട് പറയുകയാണ്, അല്ലാഹു തആല നിന്നെ പരീക്ഷിച്ചതാണ് മോനെ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കാണ് ഞാൻ. നിങ്ങളുടെ 3 പേരുടെ മുന്നിലും വന്ന് പരീക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ 3 പേരും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടവരായിരുന്നല്ലോ. ഒരാൾ കുഷ്ഠരോഗിയായിരുന്നു, ഒരാൾ കശണ്ടിയായിരുന്നു, നീ അന്ധത ബാധിച്ചവനായിരുന്നു. നിങ്ങളുടെ 3 പേരുടെ മുന്നിലും അല്ലാഹു എന്നെ അയച്ചവനാണ്. എന്നാൽ നിന്റെ 2 കൂട്ടുകാരന്മാർ കുഷ്ഠരോഗികളായിട്ടുള്ളവര്, അതേപോലെ കശണ്ടി ഉള്ള മറ്റവനുണ്ടല്ലോ, 2 പേരും അല്ലാഹുവിനെ മറന്നുപോയി. അതുകൊണ്ട് പഴയ രൂപത്തിലും അവരായി പോയിരിക്കുകയാണ്. എന്നാൽ നീ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നീ മറന്നുപോയില്ല. അല്ലാഹു തന്നതിന് നീ ശുക്ർ ചെയ്തല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ആ മലക്ക് അവിടുന്ന് പറയുകയാണ്, അംസിക മാലക, നിന്റെ മുതലിനെ നീ തന്നെ വെച്ചോ. മലക്ക് അവിടുന്ന് പറയാം, നിന്റെ മുതല് അത് അല്ലാഹു നിനക്ക് തന്നതാ, നീ തന്നെ വെച്ചോ. അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹത്തെ അവിടുന്ന് നിന്ദിക്കാതെ വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹത്തെ ഓർത്തപ്പോൾ അവിടുന്ന് ശുക്ർ പറഞ്ഞപ്പോ, ഒരു പാവപ്പെട്ട ഉമ്മന്ന് കൈ നീട്ടിയപ്പോ, മോനെ എന്നാ കൊണ്ടുപോ, ഇതൊന്നും എനിക്കില്ലായിരുന്നു, ഇതൊക്കെ റബ്ബ് എനിക്ക് തന്നതാ. നമ്മൾ അങ്ങനെ ചിന്തിക്കണം, നമ്മൾ അങ്ങനെ ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടിയിട്ട്, ഏതെങ്കിലും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംഭാവന ചോദിക്കുമ്പോ എന്താ നമ്മുടെ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ കുറെ നേരിട്ട് തിരുമ്മി അതിനകത്തുനിന്ന് ചിലപ്പോ ഒരു 50 രൂപ കിട്ടി അത് പൊക്കി എടുക്കുകയില്ലേ, 10 ആണെങ്കിൽ 10. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് എത്ര സമ്പത്ത് തന്നു ചിന്തിക്കണം. അല്ലാഹു നമുക്ക് എത്ര സമ്പത്ത് തന്നു, അതിലേക്ക് നമ്മൾ നമ്മുടെ ഓർമ്മയെ കൊണ്ടുപോകണം. ഞാൻ എങ്ങനായിരുന്നു, നേരത്തെ എങ്ങനായിരുന്നു, ഇപ്പൊ ഞാൻ എങ്ങനെയാണ്. എനിക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് തന്നു, എനിക്ക് ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്നു. ആ സമ്പത്തിനെ ഞാൻ ഓർക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല. അല്ലാഹു തആല തന്നതിൽ നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം. അതാണ് പാവങ്ങൾക്ക് കൊടുക്കുന്നത് പോലും അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നതാണെന്ന് ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ. കൊടുക്കാൻ കഴിയണം, ഇങ്ങനെ വാങ്ങുന്നതല്ല. പിന്നെയോ നമ്മുടെ കൈയെടുത്ത് കൊടുക്കാൻ കഴിയണം. ആ കരങ്ങളാണ് നാളെ ഏറ്റവും ഉയരത്തിൽ ഉണ്ടാവുക എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. കൊടുക്കുന്ന കൈ ചില ആൾക്കാർക്ക് എത്ര ഉണ്ടെങ്കിലും വലിയ പിശുക്ക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ബുഖാരിത്തരത്തിലുള്ള അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽ ബഖീലു അദുവുല്ലാഹ്, ബഖീൽ ആരാണ്? അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അപ്പൊ അല്ലാഹുവിന്റെ ശത്രു ആകണോ നമുക്ക്? അല്ലാഹുവിന്റെ ശത്രു ആകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ബഖീലത്തരം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും നേടാൻ കിട്ടുന്നില്ല, നമ്മൾ ഇവിടെ ഒന്നും നേടിയെടുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ചരിത്രം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കും.
കൊടുക്കുകയാണ്. ഈ ഒരു ചരിത്രം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ 3 മനുഷ്യന്മാർ മുന്നിൽ വന്നപ്പോ അന്ധത ബാധിച്ച് അല്ലാഹു തആല മാറ്റി കൊടുത്ത ആ സമ്പന്നനായ മനുഷ്യന്റെ മുന്നിൽ വന്ന് മലക്ക് ചോദിച്ചു, ഞാൻ വല്ലതും എടുത്തോട്ടെ? ഒരു ഫക്കീറായിട്ട് വന്നെടുത്തു. ഫക്കീറായിട്ട് വന്ന് ചോദിച്ചു, ഞാൻ വല്ലതും എടുത്തോട്ടെ? ആ സമയത്ത് നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ളത് നീ ഉദ്ദേശിച്ചത് നീ എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു പറച്ചിലാണത്! നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ. അങ്ങനെ നമുക്ക് പറയാൻ കഴിയോ? നമ്മുടെ തോട്ടത്തിൽ കയറിയിട്ട് ഞാൻ എന്തെങ്കിലും 2 തേങ്ങ എടുത്തോട്ടെ, ഞാൻ 2 തേങ്ങ എടുത്തോട്ടെ, കറി കരയ്ക്കാൻ വേണ്ടി 2 തേങ്ങ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാ? നീ ഇഷ്ടമുള്ള എടുത്തോ എന്ന് നമ്മൾ പറയൂ? അതിന് പറയാനുള്ള ഈമാൻ നമുക്കില്ല. അത് പറയാനുള്ള ഈമാൻ നമുക്കില്ല. അതാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ അന്ധത ബാധിച്ച മനുഷ്യനെ ഇവിടുന്ന് വിജയിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും അവിടുന്ന് അള്ളാഹുവിനെ ഓർക്കുക, അവിടുന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് തന്റെ അടിമകളെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്. ഇന്നഹു കാന അബ്ദൻ ശകൂറാ, അവൻ എന്റെ നല്ലൊരു അടിമയാണ്, നന്ദി ചെയ്യുന്ന അടിമയാണ്. 950 വർഷക്കാലം അവിടുന്ന് പ്രബോധനം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും അവിടുന്ന് അല്ലാഹുവേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കല്ലെറിയുകയാണ്. എല്ലാവരും അവിടുന്ന് പരിഹസിക്കുകയാണ്. എല്ലാവരും അവിടുന്ന് തെറിവിളിക്കുകയാണ്. വിരലിലെണ്ണാവുന്നവര് മാത്രമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എല്ലാവരും അവിടുന്ന് തള്ളിപ്പറയുമ്പോൾ അല്ലാഹുവേ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അല്ലാഹുവിനെ ഇബാദത്തിലായി കഴിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്തുകൊണ്ട് പഠിച്ചു നോക്കണേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ നമ്മളൊന്ന് പഠിച്ചു നോക്ക്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. അല്ലാഹുവേ, ലോകത്തിന് അനുഗ്രഹീതമായി അല്ലാഹു തആല നമ്മളിലേക്ക് ഇറക്കപ്പെട്ട പ്രവാചകന്, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരും ഒന്ന് പഠിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പാതിരാത്രിയിൽ അവിടുന്ന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വരികയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പാതിരാത്രിയിൽ ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യുകയാണ്, നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടേതായ കാലിലേക്കൊന്ന് നോക്കിയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത്ഭുതപ്പെടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ നിന്നിട്ട് കാലിന് അവിടുന്ന് നീര് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് നിസ്കാരം അവസാനിപ്പിച്ചു വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിച്ചു, നബിയേ, എന്തിനാണ് നബിയേ അങ്ങയുടെ എല്ലാ പാപങ്ങളും അല്ലാഹു അവിടുന്ന് പുറത്തു തന്നതല്ലയോ നബിയേ? അങ്ങല്ലയോ സ്വർഗത്തിന്റെ ആദ്യത്തെ കവാടം അവിടുന്ന് തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്? നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങല്ലയോ നബിയേ? നാളത്തെ ഹൗദുൽ കൗസർ അങ്ങയുടെ കയ്യിലല്ലയോ നബിയേ? ഇത്രയും വലിയ ഉന്നതി പോലും തന്നിട്ട് എന്തിനാണ് പാതിരാത്രിയിൽ എഴുന്നേറ്റ് വന്നിട്ട് ഈ കാല് പോലും നീര് വെക്കുന്ന രൂപത്തിൽ എന്തുകൊണ്ട് നിസ്കരിക്കുന്നത്? റസൂലുള്ളാഹി തങ്ങളോട് അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്ന, ആയിഷ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ളൊരടിമയാകണ്ടേ ആയിഷ, ഞാൻ നന്ദിയുള്ളൊരടിമയാകണ്ടേ ആയിഷ. നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഞാൻ അവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ എല്ലാവരെക്കാളും ഉന്നതിയും പ്രഭയും അവിടുത്തെ സ്ഥാനമാനങ്ങളും അല്ലാഹു എനിക്ക് നൽകുമ്പോൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന് വേണ്ടുന്നത് മുഴുവനും ഞാൻ ചെയ്യണ്ടേ ആയിഷ? ഞാനൊരു സാധാരണക്കാരനെ പോലെയാകാൻ കഴിയുമോ?
എനിക്കൊരു സാധാരണക്കാരനെ പോലെയാകാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഇത്രയും ത്യാഗങ്ങൾ ഞാൻ അവിടുന്ന് ചെയ്യുന്നത്. അല്ലാഹു എന്നെ ഇഷ്ടപ്പെടാൻ അല്ലാഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് എന്റെ കാല് നീര് വെക്കുന്നത് വരെയും നിസ്കരിച്ചാൽ പോലും അത് മതി വരില്ല ആയിഷ. എന്ന ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മനസ്സിലായോ? അല്ലാഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന ഇബാദത്ത് നമ്മുടെ കയ്യിലുണ്ടോ? അതിന് പറ്റുന്ന അമല് നമ്മുടെ കയ്യിലുണ്ടോ? അതിന് പറ്റുന്ന വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്പാദിച്ചത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ്. ഒന്നുമില്ലാതെ വെറും കൈയോടെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞത്, അഫലാ കൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് ഒരു കുടുംബത്തെ കുറിച്ച് പറയുകയാണ്. ഒരു പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്. നന്ദിയുള്ള കുടുംബമെന്നാ പറഞ്ഞത്. യമലോ ആല ദാവൂദ ശുക്റാ വഖലീലൻ മിൻ ഇബാദി ശകൂർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകര് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്. നിങ്ങൾ കണ്ടുപിടിക്കുക, ദാവൂദിന്റെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അവര് വല്ലാതെ അമല് ചെയ്യുന്നവരാണ്, വല്ലാതെ നന്ദി ചെയ്യുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവര്, രാവുന്നില്ലാതെ പകലൊന്നില്ലാതെ വിടുന്ന ഇബാദത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വാനലോകത്ത് നിന്ന് മലായികത്തുകൾ നോക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ടവരെ, ദാവൂദ് നബി അലൈഹിസ്സലാം അവിടുത്തെ കുടുംബത്തിൻ്റെതായ കുടുംബത്തിൽ എപ്പോഴും പ്രകാശമോ. അവിടുത്തെ വീട്ടിലേക്ക് നോക്കിയാൽ എപ്പോഴും അവിടുന്ന് പ്രകാശമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറുണ്ടല്ലോ, ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ അവിടുന്ന് വിഭജിച്ച് വിൽക്കുകയാണ്. എന്നിട്ട് ഓരോ സമയങ്ങളും ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുകയാണ്. മക്കൾക്കൊരു സമയമാണ്, ഭാര്യയ്ക്കൊരു സമയമാണ്, ഉമ്മാക്കൊരു സമയമാണ്. അല്ലാഹുവേ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു സമയമാണ്. എല്ലാവരും ഓരോ സമയം അവിടുന്ന് വിഭജിച്ചെടുത്തിരിക്കുകയാണ്. ഓരോ സമയത്തും ഓരോരുത്തരും ഇബാദത്തിലാണ്. ആ കുടുംബം എപ്പോഴും ഇബാദത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാനലോകത്തുനിന്ന് മലായികത്തുകൾ അവിടുന്ന് നോക്കുമ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ആ വീട് എപ്പോഴും പ്രകാശത്തിലാണ്, എപ്പോഴും അവിടുന്ന് ഇബാദത്തിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, അഹബ്ബു സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തി ദാവൂദ്. നിസ്കാരത്തിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള നിസ്കാരം അത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിസ്കാരമാണ്. വഹബ്ബു സിയാമി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ആരുടേതാണെന്നറിയുമോ? സിയാമി ദാവൂദ്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നോമ്പാണ്. വകാന യൗമ നിസ്ഫുൽ ലൈലി വയഖൂമു സുലുസുഹു വയനാമു സുദുസുഹു വയസൂമു യൗമൻ വയഫ്തിറു യൗമാ. അല്ലാഹുവേ, അവിടുന്ന് ഇബാദത്ത് ചെയ്യുന്നത് ഈ രൂപത്തിലായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ പകുതി അവിടുന്ന് ഉറങ്ങുകയാണ്. അല്ലാഹുവേ, ഒരു രാത്രി അവിടുന്ന് വിഭജിച്ചുകൊണ്ട് അതിന്റെ പകുതി ഭാഗം അവിടുന്ന് ഉറങ്ങുകയാണ്. എന്നിട്ട് അതിന്റെ 1/3 ഭാഗം അവിടുന്ന് നിന്ന് നിസ്കരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ,
വയനാമു സുദുസുഹു വയസൂമു യൗമാ വയുഫ്തിറു യൗമാ. ഒരു ദിവസം നോമ്പാണെങ്കിൽ അടുത്ത ദിവസം നോമ്പില്ല. ഓരോ ദിവസവും ഇടവിട്ടുകൊണ്ട് അവിടുന്ന് നോമ്പ് പിടിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇബാദത്ത് കണ്ടിട്ട്, അവിടുന്ന് നന്ദി കണ്ടിട്ട്, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ മലായികത്തുകൾ പോലും അവിടുന്ന് അത്ഭുതപ്പെട്ടു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയുമൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും എന്റെ ചെറുപ്പക്കാരോ, അല്ലാഹു തആല തന്നിരിക്കുന്ന നിഅമത്തുകളുണ്ടല്ലോ, അല്ലാഹു തആല തന്നിരിക്കുന്ന നിഅമത്തുണ്ടല്ലോ, അതിലൊരു അൽഹംദുലില്ലാഹ് എന്ന് നീ ഒന്ന് പറയാൻ കഴിയുമോ? അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുമോ പെങ്ങള്? എന്റെ ഉമ്മമാരെ, സഹോദരിമാര്, അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവിടുന്ന് പരാതികൾ പറയുന്നവരാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ സുഖം അനുഭവിച്ചിട്ടുള്ളവളല്ല, ഇന്നേ വരെ എന്റെ കണ്ണുനീര് തോർന്നിട്ടില്ല. എപ്പോഴും എനിക്ക് കരച്ചിലാണ്, എപ്പോഴും എനിക്ക് പ്രയാസമാണ്, ദുഃഖമാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. 24 മണിക്കൂറും നമ്മളത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. എന്നാൽ അല്ലാഹു തആല തന്നതിനെ നമ്മൾ കാണുന്നില്ലല്ലോ. അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നില്ല, അല്ലാഹു നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം തന്നില്ല, നല്ല മക്കളെ തന്നില്ല, നല്ലൊരു വീട് നിനക്ക് തന്നില്ല, നല്ലൊരു ഭർത്താവിനെ നിനക്ക് തന്നില്ല, ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹു നിനക്ക് അനുഗ്രഹങ്ങൾ തന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയത്ത് അല്ലാഹുവിനെ ശുക്ർ ചെയ്യ പെങ്ങള്. ദാരിദ്ര്യമാണെങ്കിലും നീ ശുക്ർ ചെയ്യ. ദാരിദ്ര്യമാണോ, പട്ടിണിയാണോ, മുഴുപട്ടിണിയാണോ, എന്നാലും നീ അവിടുന്ന് ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാഹ്. എന്നാൽ നിന്റെ ദാരിദ്ര്യം അല്ലാഹു തആല അവിടുന്ന് പ്രതിഫലമായി മാറ്റുമെന്ന് ആദരമായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ദാരിദ്ര്യമാണെങ്കിലും അൽഹംദുലില്ലാഹ് പറ. ആ ദാരിദ്ര്യത്തിന് പോലും നിനക്ക് വലിയ പ്രതിഫലമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് തരുന്ന പരീക്ഷണമാണെന്ന് നമ്മൾ കരുതരുത്. ദാരിദ്ര്യം എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന പരീക്ഷണമാണെന്ന് കരുതരുത്. കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹീനി മിസ്കീന വ അംതിനി മിസ്കീന. അല്ലാഹുവേ, എന്നെ ഞാൻ ജീവിക്കുമ്പോ മിസ്കീനായി ജീവിക്കണം, മിസ്കീന്മാരോടൊപ്പം എനിക്ക് ജീവിക്കണം. ഞാൻ മരിക്കുമ്പോൾ മിസ്കീനായി മരിക്കണം. ഒന്നുമില്ല ഇവിടെ, ഒന്നുമില്ല. കാരണം എന്താ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് അതിനൊക്കെ നാളെ റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഹീനി മിസ്കീന വ അംതിനി മിസ്കീന. വലിയൊരു ആമീൻ പറയോ? അല്ലാഹുവേ, എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആമീൻ പറയോ? നമ്മളെല്ലാവരും സമ്പത്തിന്റെ പുറകെ നടക്കുക. അല്ലാഹുവേ, യൂട്യൂബ് ചാനലിൽ കൂടെ ഇന്ന സൂറത്ത് ഓതിയായി നാളെ തന്നെ ATM കൗണ്ടറിൽ നിന്ന് ഇങ്ങനെ പണം വീടുന്ന പോലെ നിങ്ങളുടെ വീടിന്റെ അടുക്കള ഇങ്ങനെ പണം വീഴുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നീട് അത് ഇങ്ങനെ നോക്കൽ തന്നെ, പിന്നീട് അതിന്റെ പുറകെ തന്നെ നമ്മൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി. നമ്മളെല്ലാവരും ദുനിയാവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ദുനിയാവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ആഖിറം അകന്നു. ആ ദുനിയാവിന്റെ പുറകിൽ നമ്മൾ ഓടി 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 അണയ്ക്കുകയല്ലാതെ, ആ ദുനിയാവ് നമ്മളെ ഇട്ട് കളിപ്പിക്കുകയല്ലാതെ ഒരിക്കലും നിനക്ക് ദുനിയാവ് കിട്ടില്ല എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ ദുനിയാവ് നമ്മളെ ഇട്ട് കളിപ്പിക്കും. ദുനിയാവിന്റെ പുറകിൽ നിങ്ങൾ പോകരുത്. ആ ദുനിയാവ് നിന്നെ വഞ്ചിക്കും. ഇന്ന ദുനിയാ ലഇബും വലഹബ, പരിശുദ്ധമായ ഖുർആൻ അല്ലേ? ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു കളി വിനോദമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ കളി വിനോദമാണ്. ആ കളി വിനോദത്തിലേക്ക് നീ അകപ്പെട്ടു പോയാൽ അത് നിന്നെ ഒരു ചുഴിയാണ്. ആ ചുഴിയിൽ കിടന്ന് നീ കറങ്ങത്തേയുള്ളൂ. അതിൽ നിന്ന് നിനക്ക് ഊരാൻ കഴിയില്ല എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ശൈത്വാനിയത്ത് മാറാൻ ഒന്നാമത് നീ ചെയ്യേണ്ടത് അല്ലാഹു നിനക്ക് തന്നതിൽ നീ തൃപ്തിയടയുകയും പിന്നീട് അൽഹംദുലില്ലാ എന്ന് പറയണം. അത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പഠിക്കണം. എങ്ങനെ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമയം
ഇൻഷാ അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ബാക്കി ഒരു കാര്യം മാത്രമേ നമ്മളിവിടെ സംസാരിച്ചുള്ളൂ. എന്ത്? അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇനി നമുക്ക് സംസാരിക്കാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വെറും സിമ്പിളായ കാര്യം. നീ സലാം പറയണം. ആരോട്? നിന്റെ കുടുംബത്തിലുള്ളവരോട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറ. നിന്റെ മക്കളോട്, ഭാര്യയോട്, ഉമ്മയോട്, വാപ്പയോട്. വാപ്പ കോലായിരുന്നാൽ പോലും നമ്മുടെ സലാം പറയാതെ ഇറങ്ങിപ്പോകും. ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട്, ഉമ്മയോട് സലാം പറയാതെ ഇറങ്ങിപ്പോകും. എന്നെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയുടെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാണ്, ആ വാപ്പയുടെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാണ്, ഭാര്യയുടെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാണ്, മക്കളുടെ മഹത്വം നമുക്കറിയില്ല, ഭർത്താവിന്റെ മഹത്വം നമുക്കറിയാം, കുടുംബത്തിലുള്ളവരുടെ മഹത്വം നമുക്കറിയില്ല. അല്ലേ? നമ്മളൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. കറക്റ്റ് കാര്യമാണത്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. കണ്ണുള്ളപ്പോ നമുക്ക് നല്ല കാഴ്ചയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ കണ്ണിനൊരു അന്ധത ബാധിച്ച ഒരു രോഗം വന്ന ആന്തരിക അവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ പള്ളിയിൽ ഒരു ഉസ്താദ് വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ജുമായിക്ക് പള്ളിയിൽ ഒരു ഉസ്താദ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ്, എന്റെ സഹോദരിക്ക് ട്യൂമറാണ്, ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പിരിവ് വേണം, എന്നെ ഒന്ന് സഹായിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കുറെ സമയം ഇരുന്ന് സംസാരിച്ചു. കുറെ സമയമായപ്പോൾ അദ്ദേഹം ഇങ്ങനെ വയറിന്റെ ഭാഗത്ത് ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട്, കൈവച്ച് ഇങ്ങനെ തടഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തേ? അപ്പോൾ ആ ഉസ്താദ് അവിടെ നിന്ന് പറയും, ഉസ്താദേ, എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 20 വർഷമായി. എനിക്കും പ്രശ്നമായിരുന്നു. എന്റെ മൂത്രസഞ്ചി ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. എന്നെ മൂത്രസഞ്ചി ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ ബാഗിനകത്താണ് മൂത്രം വന്ന് വീഴുന്നത്. അത് നിറഞ്ഞോന്ന് ഞാൻ നോക്കിയതാ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 20 വർഷമായിട്ട് കുടുംബജീവിതം നല്ലതുപോലെ നയിക്കാൻ പോലും കഴിയാതെ ഓരോ ആൾക്കാരും അവിടെ നിന്ന് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു തആല തന്ന അനുഗ്രഹം എത്ര വലുതാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു ഖൈറിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് തന്നതിൽ നമ്മൾ എപ്പോഴും ശുക്ർ ചെയ്യുക. അല്ലാഹു തന്നതിൽ ശുക്ർ ചെയ്യുക, അത് ഓർക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സമയമായി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ വന്നിരുന്ന് ഇത്രയും സമയം വന്നിരുന്നു കൊണ്ട് കേട്ട ഒരുപാട് ആൾക്കാർ അല്ലാഹു ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحم الراحماയ മലിക്കുൽ ജബ്ബാറായ രാജസീദായ അല്ലാഹ്, പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ മുഴുവനും അല്ലാഹ് നീ മാപ്പാക്കണേ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, ഇത് കേൾക്കുന്ന ഒരുപാട് വാപ്പമാര്, റബ്ബേ, ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു വെക്കുന്ന എല്ലാ നന്മകളും, എല്ലാ ഇബാദത്തുകളും, നിസ്കാരങ്ങള്, നോമ്പ്, ഹജ്ജ്, ഉംറ, ഞങ്ങൾ ചെയ്തു വെച്ച എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവര്, ഈ സദസ്സിലേക്ക് വന്നവര് പലരും രോഗികളാണ്. രോഗങ്ങളെ കൊണ്ട് ഓരോ ദിവസവും ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിക്കുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഇൽമിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, പോരീശ കൊണ്ട്, റബ്ബേ, പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഒരുപാട് ലക്ഷങ്ങൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് പോലും അല്ലാഹുവേ ഒരു ശിഫയുമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ റബ്ബേ, അല്ലാഹുവേ,
ലക്ഷക്കണക്കിന് അല്ലാഹുവേ ഒരുപാട് ചെറുപ്പക്കാര് ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ അവിടുന്ന് പറഞ്ഞു ദുആ ചെയ്യണേ ഉസ്താദ്, എന്റെ പൊന്നുമോന് വേണ്ടിയിട്ട് ഞാൻ ഗൾഫ് രാജ്യത്തിൽ കടന്ന് കഷ്ടപ്പെട്ട മുഴുവനും സമ്പത്തും എടുത്തുകൊണ്ട് അത് മുഴുവനും വിറ്റതാ, അതിന്റെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഞാൻ വല്ലാതെ ആവേശത്തോടെ സന്തോഷത്തോടെ വലിയ പ്രതീക്ഷയോടെ ഉണ്ടാക്കി എന്റെ സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനം ഞാൻ വിറ്റിട്ടതിന്റെ പണമെടുത്തു കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുകയാണ്. അല്ലാഹ്, ആ പൊന്നുമോന്റെ ചിരിയൊന്ന് കാണണം ഉസ്താദ്, എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണേ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അല്ലാഹ്, ആ പൊന്നുമോന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. മാലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ പടച്ച റബ്ബേ, ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താറ് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ സദസ്സിൽ വന്ന പരമാവധിയുള്ള ജനങ്ങൾ അല്ലാഹുവേ ഒരുപാട് ആവശ്യങ്ങളുമായി കടന്നു വന്നവരാണ്. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർ, അല്ലാഹുവേ വാടക വീട് തോറും നടക്കുന്നവർ, ഖൈറായ നല്ല സന്തോഷമുള്ള ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാന്. ഈ ലോകത്തും പരലോകത്തും നല്ല വീട് കൊടുക്കണേ തമ്പുരാന്. പടച്ച റബ്ബേ, മക്കളില്ലാതെ വർഷങ്ങളോളം ജീവിക്കുന്നവര് ഒരു മക്കളെ കിട്ടാൻ പോകാത്ത മക്ബറകളില്ല, പോകാത്ത പള്ളികളില്ല. അല്ലാഹുവേ, രാവുന്നില്ലാതെ പകലുന്നില്ലാതെ ഇവിടുന്ന് ദുആ ചെയ്യുകയാണ് റബ്ബേ. നല്ല സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ, സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കള് വഴിപിഴച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഇന്ന് മക്കള് ആത്മഹത്യ ചെയ്യുന്ന കാലമാണല്ലോ റബ്ബേ. ഒന്ന് പറഞ്ഞു രണ്ടാമത്തതിന് പോയി ആത്മഹത്യ ചെയ്യുകയാണ് റബ്ബേ. നിസാര കാര്യത്തിന് പോലും ജീവിതം നശിപ്പിക്കുകയാണ്. ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ ഈമാൻ കൊടുക്കണേ തമ്പുരാന്, തഖ്വ കൊടുക്കണേ അല്ലാഹ്. വഴിപിഴച്ചു പോകുന്ന അവസ്ഥകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കള് ജോലിക്ക് വേണ്ടി പഠനത്തിന് വേണ്ടി റബ്ബേ ഞങ്ങളുടെ കാണാമറയത്ത് പോയി കിടക്കുകയാണ്. ബാംഗ്ലൂരിലും ഡൽഹിയിലും അല്ലാഹുവേ ഗൾഫ് രാജ്യങ്ങളിലുമായി പഠനത്തിനും ജോലിക്കുമായി പോയി നിൽക്കുകയാണ് റബ്ബേ. വഴിപിഴച്ചു പോകുന്ന അവസ്ഥകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ, ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ തമ്പുരാന്. പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കഞ്ചാവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളും റബ്ബേ, ഇന്ന് ചെറിയ മക്കള് പോലും ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന കാലമാണല്ലോ. പെൺമക്കള് പോലും ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ട് നിസീമായും ആമിനയും ഫാത്തിമയും ആയിഷയും അല്ലാഹുവേ ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ട് MDMA കഞ്ചാവ് കച്ചവടത്തിലും നടക്കുകയാണ് റബ്ബേ. ബാംഗ്ലൂരും മറ്റുമൊക്കെ പഠിക്കാൻ വിട്ട പൊന്നുമക്കളാ, അവരിന്ന് കഞ്ചാവിന്റെ ഡീലർമാരായിരിക്കുകയാണ്. പടച്ചുറപ്പ് നീ കാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഇവരുള്ള മോശമായ വഴികെട്ടു പോകുന്ന വഴികളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി ഉന്നതമായ പഠനത്തിന് വേണ്ടി വിട്ടവരാണ് റബ്ബേ. എല്ലാവിധത്തിലുള്ള ഹിഫ്ളും നീ നൽകണേ തമ്പുരാന്. നല്ല സ്വാലിഹായ മക്കളാക്കി മാറ്റണേ അല്ലാഹ്. പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാഹ്. നല്ല ബോധം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹനെ പേടി കൊടുക്കണേ റബ്ബേ. തഖ്വ കൊടുക്കണേ തമ്പുരാന്. നാളെ പോയി കിടക്കേണ്ട ഖബറിനെ കുറിച്ചുള്ള ആലോചന കൊടുക്കണേ തമ്പുരാന്. പടച്ച റബ്ബേ, പല ഉമ്മമാർ
ഉമ്മമാരും വന്നുകൊണ്ട് പറയുന്ന വല്ലാത്ത സങ്കടങ്ങളുണ്ട്. ഗൾഫ് രാജ്യത്തിൽ മക്കള് പോയി ഒത്തിരി നാളായി വിളിച്ചിട്ട് എന്റെ മക്കൾ എന്നോട് മിണ്ടുന്നില്ല, എന്റെ പൊന്നുമോൻ എന്നെ വിളിക്കുന്നില്ല, എന്റെ പൊന്നുമോൾ എന്നെ വിളിക്കുന്നില്ല. അവൾ BSc നേഴ്സിംഗിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ജോലി കിട്ടിയപ്പോൾ UK-ലാണ്. ഒരുപാട് നാളായി എന്നെ വിളിച്ചിട്ടെന്ന് പറയുന്ന കരയുന്ന ഒരുപാട് ഉമ്മമാര്. റബ്ബേ, ആ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം കൊടുക്കണേ തമ്പുരാനെ. ആ മാതാപിതാക്കളുടെ സങ്കടം നീ കാണണേ അല്ലാ. അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താവിനെ നന്നാക്കി തരണേ അല്ലാ. കള്ളുകുടി മാറ്റിത്തരണേ അല്ലാ. കഞ്ചാവടി മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ നീ സ്വാലിഹത്താക്കണേ തമ്പുരാനെ. നിസ്കരിക്കാനുള്ള ചിന്ത കൊടുക്കണേ തമ്പുരാനെ. തലമറയ്ക്കാനുള്ള ബോധം കൊടുക്കണേ തമ്പുരാനെ. ദീനിയായി നടക്കാനുള്ള ചിട്ട കൊടുക്കണേ തമ്പുരാനെ. പടച്ചുറപ്പേ, കുടുംബത്തിനോടുള്ള ആർദ്രത കൊടുക്കണേ അല്ലാ. മക്കളോടും ഭർത്താവിനോടും കുടുംബത്തിനോടും സ്നേഹം തരണേ അല്ലാ. അല്ലാഹുവേ, സദസ്സിലിരിക്കുന്ന ഒരുപാട് സഹോദരിമാരുമ്മമാര് ഒരുപാട് മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. മക്കളുടെ രോഗങ്ങൾ മാറാൻ, മക്കളെ നന്നാവാൻ, പരീക്ഷയിൽ വിജയിക്കാൻ, ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ, അത് വിജയിക്കാൻ, നല്ലൊരു ജോലി കിട്ടാൻ, നല്ലൊരു പെണ്ണ് കിട്ടാൻ, നല്ലൊരു മാരനെ കിട്ടാൻ റബ്ബേ എല്ലാം ഹസ്സുലാക്കി കൊടുക്കണേ തമ്പുരാനെ. മുറാദുകൾ ഹസ്സുലാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഹജ്ജും ഉംറയും ചെയ്യാൻ ഈ പാവികളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കഅബയൊന്ന് കാണാൻ ഞങ്ങൾ 5 നേരം തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന കഅബാലയം, ആ കഅബാലയത്തിന്റെ മുന്നിൽ പോയി അല്ലാഹുവേ ഒരു റക്അത്തൊന്ന് നിസ്കരിക്കാൻ, അവിടെ പോയി പാപങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ, തൗബ ചെയ്യാൻ, ആ മതാഫിലൊന്ന് ഇരിക്കാൻ, സംസം വെള്ളമൊന്ന് കുടിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഹബീബായ ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ലോകത്തിന്റെ മുത്ത് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് ചെന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് സലാം പറയാൻ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവേ സലാം പറയാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാര് സമ്പത്തില്ല ഉസ്താദേ, ഹജ്ജിന് പോകുന്നത്, ഉംറയ്ക്ക് പോകുന്നത്, മക്കത്ത് പോകാ, മദീനത്ത് പോകാ ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമാ, എങ്ങനെ പോകാനാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. റബ്ബേ, അവരുടെ സങ്കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ, അവരുടെ പ്രയാസങ്ങളോട് മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ലക്ഷങ്ങളുടെ കടമുണ്ട് ഉസ്താദേ, ഒരു മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയുന്നില്ല. ലക്ഷങ്ങളുടെ കടമാണ്. എന്ത് കഷ്ടപ്പെട്ടാലും എന്ത് സമ്പത്തിലേക്ക് വന്നാലും അതെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന കരയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. റബ്ബേ, സമ്പത്തിലെ വറക്കത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ കടങ്ങൾ വീട്ടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ
ഉമ്മമാര്, സഹോദരിമാര്, വാപ്പമാരുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ബൈപ്പാസ് ചെയ്തിട്ടിരിക്കുന്നവരുണ്ട്. റബ്ബേ, കിഡ്നി വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, കിഡ്നി കേടായിട്ടുള്ളവരുണ്ട്. റബ്ബേ, ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് പോലീശ കണ്ട് പടച്ച അല്ലാ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ, പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ യാത്രയിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അപകടങ്ങൾ, ദുർമരണങ്ങൾ, പ്രയാസങ്ങൾ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുമ്പോ ഈമാനുള്ള മരണം നൽകണേ അല്ലാ, ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയം കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കലിമത്തു തൗഹീദ് ചൊരിച്ചുകൊണ്ട് 40 പേര് നല്ലത് പറഞ്ഞു അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ മലായികത്തുകളെ മുസാഫഹത്ത് ചെയ്ത് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കണ്ടുകൊണ്ട് പുഞ്ചിരിയോടെ വരിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും പടച്ച റബ്ബേ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ പ്രഭാഷണം ലൈവായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ബുറാഖ് എന്ന് പറയുന്ന മീഡിയ റബ്ബേ ഷാനവാസിക്ക് അവിടുത്തെ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള ബറക്കത്തും നൽകണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ, അവരുടേതായ ഖിദ്മാത്തുകൾ സ്വീകരിക്കണേ അല്ലാ. بحق سيدنا محمد صلى الله عليه وآله وصحبه وسلم. إن شاء الله എല്ലാവരും ഈ എളിയവനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്ന വസിയത്തോടു കൂടി നിങ്ങൾക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.